This program co-sponsored by JMJ Fintech, NBFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. The budget beyond digits. Good afternoon and welcome back. Budget അഥവാ ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അത് റിയാലിറ്റി ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. എന്താണ് മാർക്കറ്റ് ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്നത്? ബഡ്ജറ്റിന് സന്തോഷമായിട്ടാണോ അല്ലെങ്കിൽ സങ്കടമായിട്ടാണോ ബഡ്ജറ്റിന് റിയാക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. ബട്ട് അതിനു മുമ്പേ തന്നെ ഞാൻ പാനലിനെ ഇൻവൈറ്റ് ചെയ്യാം. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു MD and ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദോഹ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് മിസ്റ്റർ പ്രിൻസ് ജോർജ്. അത് കൂടാതെ തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ ഓഫ് അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് അക്ഷയ് അഗർവാൾ. അക്ഷയ്, ആർ യു ദേർ? PCR നിന്ന് കണക്ഷൻ കിട്ടിയോ അക്ഷയ്ക്ക്? ഓക്കെ, അക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൂടാതെ ഇൻ ഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖറും കൂടെ ഉണ്ട് എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എക്സ്പേർട്സിനെ കവർ ചെയ്തുകൊണ്ടാണ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ്, സ്റ്റോക്സ്, ബോണ്ട്സ് എന്നിങ്ങനെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിന് 25-30 കൊല്ലത്തിൽ കൂടുതൽ അറിയുകയും നേരിട്ട് അറിയുകയും അതിൽ ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് നമ്മുടെ പാനലിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുഖവരയോട് തന്നെ ഞാൻ പറയട്ടെ എന്നുള്ളതാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിന് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബഡ്ജറ്റിലില്ല. എന്നാൽ ബഡ്ജറ്റിൽ വേറെ കുറേ ഗ്രോത്ത് സ്റ്റോറീസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞിരിക്കേണ്ടതും താൻ. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശകലനമാണ് നമുക്ക് ഇനി അടുത്ത 1 മണിക്കൂർ നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഏതാണ്ട് നിഫ്റ്റി 50 400 പോയിന്റോളം ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ഏതാണ്ട് റിക്കവർ ചെയ്ത് ഏതാണ്ട് 300 പോയിന്റ്സ് മാത്രമായി ലോസ് എന്നുള്ള രീതിയിലാണ്. എങ്കിലും മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽസ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിന് അധികം സ്ട്രെങ്ത് കാണുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഒരു കൊല്ലത്തേക്ക് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് എന്താണ്, ഏതൊക്കെ സെക്ടറുകളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ടോ, പൊതുവെയുള്ള എക്കണോമി എങ്ങോട്ടാണ് നമ്മളെ ഗൈഡ് ചെയ്ത് പോകണമെന്നൊക്കെ അറിയാനാണ് നമ്മുടെ ഇവിടെ എക്സ്പെർട്സ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആസ് ആൻഡ് വെൻ അക്ഷയ് അഗർവാൾ വരുമ്പോൾ ഞാൻ ആ കണക്ഷൻ അങ്ങോട്ടും കൂടി എടുക്കാം. എനിക്ക് ആദ്യമായി പ്രിൻസ് ജോർജിനോടാണ് ചോദിക്കാനുള്ളത്. പ്രിൻസ്, 2 രീതിയിൽ നമുക്ക് ഈ ബഡ്ജറ്റിനെ കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഒരു കോമൺ മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബഡ്ജറ്റ് എങ്ങനെയാണ്? രണ്ടാമത്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബഡ്ജറ്റ് എന്താണ്? ഇതിലേതാദ്യം പറയണം? കോമൺ മാൻ ആദ്യം തുടങ്ങിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകും. കോമൺ മാൻ്റെ വ്യൂവിൽ നോക്കിയാൽ ഇന്ന് കോമൺ മാനിലുള്ള നല്ലൊരു പങ്ക് ആളുകളും ക്യാപിറ്റൽ മാർക്കറ്റിലും ചെറുതായിട്ടൊക്കെയും ഒക്കെ ഇൻവോൾവ് ആണെന്നുള്ളതാണ് ഒരു സമീപകാലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ക്യാപിറ്റൽ മാർക്കറ്റിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ബജറ്റായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു നിരാശ തോന്നിയേക്കാം ആ ഒരു ആംഗിളിൽ മാത്രം. എന്നാൽ മറിച്ച് വേറൊരു ആംഗിളിൽ തിങ്ക് ചെയ്താൽ ഈ ബജറ്റിനകത്ത് അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കോമൺ മാനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാവുന്ന ടാക്സ് പ്രപ്പോസൽസ് ഒന്നും ഇതിനകത്തില്ല. കാര്യം അത് GSTയിലൊക്കെയാണല്ലോ വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ബജറ്റിനകത്ത്. കാര്യം ഉദാഹരണം പറഞ്ഞാൽ ഇനിയിപ്പോൾ AI കാലമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരത്തക്ക രീതിയിലുള്ള ചില പ്രപ്പോസൽ, ടാക്സ് ഹോളിഡേയ്സ് കൊടുക്കുക, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ജോബ്സ് ക്രിയേറ്റ് ചെയ്യും കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് കോമൺ മാൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് അറ്റ് പ്രസൻറ്റ് എനിക്കത് ബജറ്റിൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ട് മനസ്സിലായില്ല. ഇനി ഡീറ്റെയിൽസ് വരുമ്പോൾ ചിലപ്പം ഏതെങ്കിലും ഒരു സെക്ടറിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ എന്ന് പറയാനൊക്കത്തില്ല. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ബജറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു റിഫോം കൊണ്ടുവരാനായിട്ടുള്ള നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബജറ്റാണ്. ഗവൺമെൻറ് ചില ഇൻറ്റൻ്റൊക്കെ അതിനെ കാണിച്ചിരുന്നു. ഈ GSTയുടെ ഒരു റാഷണലൈസേഷൻ ചെയ്തപ്പോഴും ലേബർ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നപ്പോഴും എപ്പോഴും കൊണ്ടുവരുമ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തവണ അതിനൊരു നീഡ് ഉണ്ടായിരുന്നു. കാര്യം ഈ ഗ്ലോബൽ സിറ്റുവേഷൻ ഒരു അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ലോകത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് അത് നേരത്തെ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ, ഗ്രോത്തിനെ സംബന്ധിച്ചും പല ഡെവലപ്പ് കൺട്രീസിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും യുദ്ധങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ട്രംപ് വന്നപ്പോൾ പിന്നെ അതൊരു ഡെയിലി ബേസിസിലുള്ള ഒരു റൊട്ടീനായിട്ട് അങ്ങ് മാറി. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അൺസർട്ടനിറ്റി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ബജറ്റിൽ കൂടെ ഒരു നല്ല റിഫോംസ് കൊണ്ടുവന്ന് എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കാം എന്നുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയോ എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഡൗട്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാം. ഒറ്റ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോമൺ മാന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആകാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിലും പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സിന്, മ്യൂച്വൽ ഫണ്ടുകൾക്കാണെങ്കിലും ഇൻ്റർമീഡിയറീസ്, ബ്രോക്കേഴ്സ് പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിലും STT കൂട്ടിയത് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു എക്സ്പെൻസ് റേഷ്യോയിൽ ഒരു 20% അവരുടെ ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്ന് അവർക്ക് സ്പെൻഡ് ചെയ്യാമായിരുന്നു.
അതും ഇപ്പം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പം പൊതുവേ ആ ഇൻഡസ്ട്രിക്ക് ഒട്ടും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ബജറ്റായിട്ട് വന്നില്ല. അതാണ് മാർക്കറ്റിൽ ഒരു ഇമ്മീഡിയറ്റ് നെഗറ്റീവ് റിയാക്ഷൻ വന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ബജറ്റ് ഡേയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസാണ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ബജറ്റ് കുറച്ച് നെഗറ്റീവായിട്ട് പോകും മാർക്കറ്റ്. പക്ഷേ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ മാർക്കറ്റ് അങ്ങ് നോർമലൈസ് ചെയ്യും. ഇന്ന് തന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ തിരിച്ചൊക്കെ വേണമെങ്കിൽ അതൊക്കെ മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്നത്, എല്ലാ ബജറ്റിലും സംഭവിക്കുന്നത്. ഒരു വൺ വേ മാർക്കറ്റ് റിയാക്ഷൻ നോക്കിയിട്ട് ഇതൊരു വളരെ മോശം ബജറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു പ്രിൻസ്. ഞാനിപ്പോൾ ബഡ്ജറ്റിൻ്റെ ചെറിയൊരു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ബഡ്ജറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഫിസിക്കൽ പ്രൂഡൻസ്, അതായത് ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ വേണ്ടിയിട്ടാണ്. ഓവർ സ്റ്റിമുലസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു ഡിസിപ്ലിനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. രണ്ടാമത്, വളരെ ക്യാപെക്സ് ഹെവി ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം 12.2 lakh crore ആണ് ക്യാപിറ്റൽ ഔട്ട്ലേ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ കൺസംഷൻ്റെ കാര്യത്തിലാണെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, വലിയ രീതിയിലുള്ള സപ്പോർട്ട് വന്നില്ല. നേരത്തെ പ്രിൻസ് പറഞ്ഞ പോലെ GST എന്നൊക്കെ പറഞ്ഞത് ബഡ്ജറ്റിൻ്റെ പുറത്തുള്ള, അതായത് ഔട്ട്സൈഡ് ദ ബഡ്ജറ്റ് ആയതുകൊണ്ട് സെപ്റ്റംബർ 2025 തന്നെ അവിടെ GSTക്ക് വലിയൊരു റാഷണലൈസേഷൻ വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്ടറിൽ അലോക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിൻസ് പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നോ സപ്പോർട്ട് ഫോർ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അല്ലെങ്കിൽ ഇതൊരു പറ്റിയ സമയമായിരുന്നു. എസ്പെഷ്യലി FIIസും FPIസും ഇന്ത്യയിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനോ ഒരു ചെറിയൊരു ടിങ്കറിങ്ങോ ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ട്രിഗറായി മാറിയേനെ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ലെറ്റ് ഡൗൺ ആയിപ്പോയി എന്നുള്ള. ബട്ട് അതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡയറക്ട് പ്ലെയറായ DBFSന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് തന്നെ പറഞ്ഞേക്കുന്നു, ഈ പറയുന്ന പോലെ വലിയ നെഗറ്റീവ്സ് ഒന്നും കാണാനില്ല, കാണുന്ന പല കാര്യങ്ങളും ടെമ്പററി ആണ് എന്നുള്ളത്, ഒരു പരിധി വരെ അത് കറക്റ്റുമാണ് എന്നുള്ളത്. നമുക്ക് മറ്റൊരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പ്രദീപ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് നമുക്കൊന്ന് പോവാം. പ്രദീപ്, എന്താണ് ഒറ്റ നോട്ടത്തിൽ ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ ക്യാപിറ്റൽ മാർക്കറ്റിന്, എന്തെങ്കിലും സെക്ടേഴ്സിനോ? ക്യാപിറ്റൽ മാർക്കറ്റിന് പൊതുവേ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉയർന്നില്ല എന്നുള്ളത് സത്യം. എന്തെങ്കിലും നെഗറ്റീവായിട്ട് പ്രദീപ് കാണുന്നുണ്ടോ? Immediate knee-jerk reaction നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. It is only because of the increase in STT, both the futures and options. അത് definitely my personal expectation STT കുറയ്ക്കുമെന്നായിരുന്നു. And I think many market participants actually wanted or anticipated that. That is the only negative thing. But മറ്റേത് I think some reforms, some major announcements നമ്മൾ ഡിഫൻസ് മേഖലയിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതും നടന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ബട്ട് നമ്മൾ അറ്റ് ബ്രോഡർ മാക്രോ പിക്ചർ പ്രിൻസ് പറഞ്ഞതുപോലെ ദിസ് ഇസ് മോർ കൺസർവേറ്റീവ് കൺസോളിഡേഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ഗവൺമെൻറ്റ്സ് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, വിച്ച് ഐ തിങ്ക് ഓൺലി വെൻ യു റീഡ് ദ ഫൈൻ പ്രിൻറ്റ് മനസ്സിലാകാൻ പോകുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ ത്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ്. സോ ഈ തവണ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒത്തിരി അനൗൺസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ്. ദേ ഹാവ് ബീൻ asked to come up with new short-term courses, skill development, job-oriented. India facing one of the biggest problems is today job generation. So, and there's a big disconnect between industry and what academia offers. അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിക്ക് സമീപമായിട്ട് എഡ്യൂക്കേഷണൽ ടൗൺഷിപ്സും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദീസ് ഐ തിങ്ക് ആർ far-reaching announcements. Okay, thank you Pradeep. I think I have Akshay Agarwal online. Akshay, good afternoon. Welcome to the show. Thank you Suraj. Akshay, your initial reaction, അതായത് capital market is we are fortunate enough to have two capital market intermediaries in my studio. One is Prince George, your good friend, ഇവിടെ ഉണ്ട് DBFSന്റെ. അതുകൂടാതെ നൗ അക്യൂമൻ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസിന്റെ മാനേജിംഗ് ഡയറക്ടർ അക്ഷയ് അഗർവാൾ. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു പോസിറ്റീവ് ട്രിഗർ വന്നില്ല എന്ന് അക്ഷയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണുന്നുണ്ടോ? ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഈ പറയുന്ന പോലെ STT ഇൻക്രീസ് ചെയ്ത ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഫ്യൂച്ചേഴ്സിൽ 150%, ഓപ്ഷനിൽ 50%. കൂടുതലും നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ബ്രോക്കർ എന്ന രീതിയിൽ നമ്മൾ ടേൺ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വർഗം സ്പീഷീസ് ഓഫ് ആൾക്കാരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിന് ജനറലി എന്തെങ്കിലും നെഗറ്റീവായിട്ട് അക്ഷയ് കാണുന്നുണ്ടോ? ക്യാപിറ്റൽ മാർക്കറ്റിന് വേണ്ടി ഈ ബഡ്ജറ്റ് നെഗറ്റീവ് തന്നെയാണ്.
ബട്ട് ഐ തിങ്ക് ഈ ബജറ്റ് നമ്മൾ ഓവറോൾ നോക്കേണ്ടത് രണ്ട് പെർസ്പെക്റ്റീവിലാണ്. ഒന്ന് ഇക്കോണമി വെച്ച് എങ്ങനെയാണ് ബജറ്റ്, ആൻഡ് സെക്കൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സിന് വേണ്ടി എങ്ങനെയാണ് ബജറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സ് വിതൗട്ട് എ ഡൗട്ട് നെഗറ്റീവ് തന്നെയാണ്. STT ചെറിയ റൈസ് ഒന്നുമല്ല. ഇറ്റ്സ് ഗോൺ അപ്പ് ഓപ്ഷൻസിൽ 50% ആൻഡ് ഫ്യൂച്ചേഴ്സിൽ 150%. അപ്പോൾ ഇന്ത്യ എമംഗ് ദ വേൾഡ് തന്നെ ഒരു ഭയങ്കര വൈബ്രന്റ് ഒരു ലീഡിങ് എക്സ്ചേഞ്ച് ആണ്. ഇൻഫാക്ട് നമ്പർ 1 ഇൻ ദ വേൾഡ്. ആൻഡ് അതിന്റെ വൺ ഓഫ് ദ റീസൺ ഇസ് ദ വൈബ്രന്റ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ഇന്ത്യയിലുള്ളത്. ഇത്രയും ഒരു പെട്ടെന്ന് ഒരു STT കൂട്ടുമ്പോൾ അതിന്റെ ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. ഷോർട്ട് ടേം ഉണ്ടാവും, മീഡിയം ടേം ഉണ്ടാവും, ലോങ് ടേം മേ ബി തിങ്സ് ഈവൺ ഔട്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് who bring liquidity. അവർക്ക് വേണ്ടിയൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവാണ്. ബട്ട് ഓവറോൾ ഇക്കോണമി നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ഇന്റലിജന്റ് ബഡ്ജറ്റ്. ഓരോരോ സെക്ടേഴ്സിനെ അവർ നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ് ഓൺ എക്സ്പോർട്സ്. അപ്പോൾ ദ ബിഗർ ഫോക്കസ് ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ സർവീസസിലാണ്, ഇൻഫ്രാസ്ട്രക്ചറിലാണ്, AI-ന്റെ മുകളിലാണ്. അപ്പോൾ ഇക്കോണമിക്ക് വേണ്ടി വളരെ നല്ല ബഡ്ജറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സിന് വേണ്ടി ഒരു നെഗറ്റീവ് ബഡ്ജറ്റ്. ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. അക്ഷയ്, ചിലപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഗവൺമെൻറ് വിചാരിച്ച് കാണും ജെയിൻ സ്ട്രീറ്റ് ലീഗലൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, എന്തായാലും അവരെ നമുക്ക് തൊടാൻ പറ്റില്ല, അവരുടെ ടേൺ ഓവറിൽ നിന്ന് നമുക്ക് STT കൂടുതൽ മേടിക്കാമെന്ന് ചിലപ്പോൾ വിചാരിച്ച് കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ STT കൂട്ടിയതെന്നുള്ള. പ്രിൻസ്, കമ്മിങ് ബാക്ക് ടു യു, എന്തെങ്കിലും സ്വീറ്റ് സ്പോട്ട്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് സ്പോട്ട്സ് നമ്മൾ ഈ ബഡ്ജറ്റിൽ കാണുന്നുണ്ടോ? അതായത് ഒരു സെക്ടർ വൈസ് ആണെങ്കിലും സ്റ്റോക്ക് വൈസ് ആണെങ്കിലും. ഓഫ് കോഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു നെഗറ്റീവ് വൈബ് വന്നു എന്നുള്ള കാര്യം വാസ്തവം. ബട്ട് പോക്കറ്റ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും നമുക്കൊരു സ്ഥലത്ത് തുറന്നു വരും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എവിടെയെങ്കിലും പ്രിൻസ് അങ്ങനെ കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രിലിമിനറി ഡിസ്കഷൻ ഇപ്പോൾ കഴിഞ്ഞല്ലോ റൗണ്ട്. അപ്പോൾ അതിൽ മിസ്റ്റർ പ്രദീപ് പറഞ്ഞതും അക്ഷയ് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് എനിക്ക് അതിനോട് പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് അതിനോട് യോജിക്കുന്ന ഒരു സ്റ്റാൻഡ് തന്നെയാണുള്ളത്. അതായത് ഈ ബജറ്റിൽ ഇപ്പം ഓഫ് കോഴ്സ് ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സിനാണ് ഈ STT ഇപ്പം ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രി തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലതരത്തിലുള്ള റെഗുലേറ്ററി ഇൻ്റർവെൻഷൻസും മറ്റുമൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ഈ F&Oയിൽ വോളിയം കുറയുക എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പെട്ടെന്ന് കയറി തെറ്റിദ്ധരിക്കില്ല. അവിടെ വോളിയം കുറയുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കൺട്രോൾസ് വരികയോ ചെയ്യുമ്പം ക്യാഷ് മാർക്കറ്റിലും അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതാണിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കണ്ടത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം F&Oയിൽ കുറച്ചൊരു STT കൂട്ടിയാലും ക്യാഷ് മാർക്കറ്റ് ചിലപ്പോൾ STT ചില കുറയ്ക്കുമെന്നുള്ളത് ഓൾറെഡി ഒരു ഹയർ റേറ്റാണ്. അത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മാർക്കറ്റിൽ തന്നെ ചില സെക്ടേഴ്സ്, ഇപ്പോൾ ഡിഫൻസ് പോലെയുള്ള സെക്ടേഴ്സിലൊക്കെ ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ബജറ്റിൽ ഡയറക്റ്റായിട്ട് അനൗൺസ്മെൻറ്റ് വന്നില്ല. ഞാനിപ്പോഴും പറയുന്നു, ബജറ്റിൽ ഈ വൻതോതിൽ ഇപ്പം പ്രദീപ് പറഞ്ഞ പോലെ വലിയൊരു ക്യാപെക്സിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ല പാർട്ടും ഡിഫൻസിനായിരിക്കും കേട്ടോ. അത് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരും. ഇപ്പം അത് വന്നിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നെഗറ്റീവായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡിഫൻസ് സെക്ടർ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റഡ് ആണെങ്കിൽ അവർക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടത്തില്ല എന്നൊന്നുമല്ല. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഡിഫൻസ് സെക്ടേഴ്സിന് കൂടുതലായിട്ടുള്ള ഓർഡേഴ്സ് ഒരു ഇൻക്രീസ്ഡ് അലോക്കേഷൻ കൊടുത്തേക്കുന്നതിൻ്റെ ഒരു നല്ല പാർട്ട് അവിടെ പോവുകയും ചെയ്യും. ഡിഫൻസ് സെക്ടറുകൾക്ക് വേണമെങ്കിൽ തിരികെ വരാം നല്ല രീതിയിൽ. ഇന്നത്തെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വെച്ച് അതിനെ വിലയിരുത്തേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളാണ് ഇപ്പോൾ എന്നോട് താങ്കൾ സൂരജ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ്. അത് നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മുടെ നെറ്റ് മാർക്കറ്റ് ബോറോവിങ്ങിനേക്കാളും ഹയർ ഒരു എമൗണ്ടാണ് നമ്മൾ ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായിട്ട് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെഫിസിറ്റിൻ്റെ പാർട്ടിൽ ഭയങ്കരമായിട്ടൊരു മസിൽ പിടുത്തം ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അവർ നല്ല കാര്യമാണ്. നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ ഡെറ്റ് ടു GDP ഒക്കെ മോശം സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡെവലപ്പ് കൺട്രീസ് പോലും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലൊരു ഡെറ്റ് ക്രൈസിസ് ഉണ്ടാകുമെന്നുള്ള ഒരു രീതിയിലുള്ള സൂചനകളൊക്കെ തന്നെ പലരും വലിയ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പ്രൂഡൻ്റായിട്ട് നമ്മുടെ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്ത് നമ്മൾ നമ്മുടെ വരവിനനുസരിച്ച് ചിലവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പല എക്കണോമിസ്റ്റുകൾ പോലും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ സമയത്ത് ഈ ബജറ്റിൽ പ്രത്യേകിച്ച് ലോകത്തെല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാവുന്ന ഒരു ടൈമായിരുന്നു ഇത്. പ്രൈവറ്റ് ക്യാപെക്സ് പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടില്ല. പ്രൈവറ്റ് ക്യാപെക്സിന് വരാനുള്ള ഒരേ ഒരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഡാറ്റാ സെൻറ്ററുകളും AI റിലേറ്റഡ് ബിസിനസ്സുകൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ടാക്സ് ഹോളിഡേയുടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിക്കപ്പ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ വന്നില്ല. ഈ ഡെഫിസിറ്റിൽ കണ്ടമാനം ഒരു അഡമൻ്റായിട്ടൊരു അപ്രോച്ച് എടുത്തു എന്നുള്ളതാണ് നെഗറ്റീവ്.
പോസിറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള റിസോഴ്സസ് വെച്ചിട്ട്. അത് എന്താണെങ്കിലും എക്കണോമിക്ക് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാക്കും. വരും ദിവസങ്ങളിൽ ഇത് സ്പെൻഡ് ചെയ്ത് വരുമ്പം തീർച്ചയായിട്ടും എക്കണോമിക് ആക്ടിവിറ്റി കൂടും. 2, പ്രകടമായിട്ട് മറ്റ് ഇഷ്യൂസ് ഒന്നും, STTയുടെ ഒരു കാര്യം ഒഴിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഈ ബജറ്റിൽ പ്രകടമായിട്ട് കാണാനൊക്കത്തില്ല. ചില ചെറിയ സെക്ടേഴ്സിനെ പറ്റി ഒത്തിരി അനൗൺസ്മെൻറ്റുകൾ ഈ ബജറ്റ് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. ടൂറിസം നമുക്ക് കേരളത്തിന് പോലും ബെനിഫിറ്റ് ആകുന്ന ഒരു കാര്യമാണ്. നല്ല പ്രപ്പോസൽ, ടൂറിസം ഒരു എക്സലൻസ് സെൻറ്റേഴ്സ് തുടങ്ങുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അനൗൺസ്മെൻറ്റുകളുണ്ട്. പിന്നെ വേറെ പല കാര്യങ്ങളെ പറ്റിയും നല്ല പോസിറ്റീവായിട്ടുള്ള ചെറിയ സെക്ടേഴ്സ്, SME, MSME കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള അനൗൺസ്മെൻറ്റുകളെല്ലാം അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ളതും നല്ല പോസിറ്റീവായിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇത് ഒരു ബജറ്റിനെ ടോട്ടാലിറ്റിയിലല്ലേ നമുക്ക് നോക്കാനൊക്കത്തുള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ ഡിസ്കഷൻ വരികയും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരികയും ചെയ്താലോ, പാർലമെന്റ് സ്പീച്ച് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാനൊക്കത്തുള്ളൂ. താങ്ക് യു. പ്രദീപ്, FY27 ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞിരിക്കുന്നത് 12.2 lakh crore ആണ്. അതിൽ നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ച പോലെ ഡിഫൻസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 5.94 lakh crore ആണ്. അതിൻ്റെ ഒരു ഫൈൻ പ്രിന്റ് നമുക്ക് പുറത്തോട്ട് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5.68 ആയിരുന്നു, അവിടെ നിന്ന് ഉയർന്ന് 5.94 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പ്രദീപ്, എനിക്ക് ഏതൊക്കെ സെക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഗുണം ചെയ്യും എന്നുള്ളതിൻ്റെ കൂടെ തന്നെ രസകരമായിട്ടുള്ള കാര്യം, ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ടാർഗറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 33,837 crore ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്രാവശ്യം അവർ വച്ചിരിക്കുന്നത് ഏതാണ്ട് 80,000 crores ആണ്. അതായത് 33,000 crores നിന്നും 80,000 crores ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റായിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടോടുകൂടിയോ സഹായവും ഇല്ലാതെ ഗവൺമെൻറ് അത് റേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് റേസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് നന്നാവുന്നു, എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല. എങ്ങനെയാണ് ആ അനോമാലിറ്റി ഒന്ന് പ്രദീപ് കാണുന്നത്? Difficult question. That is, നമ്മൾ ഇന്ന് കാലത്ത് സംസാരിക്കുമ്പോൾ that precisely was my point. സോ ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് കേസ് എടുക്കുകയാണെങ്കിൽ LIC of India. LIC of India, Government of India still holds more than 95% of the shares. So definitely Government of India stake reduce ചെയ്തേ പറ്റൂ. And offer for sale ആയിട്ട് വരണമെങ്കിൽ ഇന്ന് LIC shares are trading at around 800 rupees or so, 825, which is far below the previous issue price. So ഒരു വിധത്തിലും ആ ഒരു ലെവലിൽ LIC വേറൊരു ഓഫർ ഫോർ സെയിൽ വരാൻ വഴിയില്ല. So which is why I am quite surprised that ഈ ഒരു സമയത്ത് കാര്യങ്ങളുണ്ട്. സോറി ടു ഇന്റർഫിയർ. അതായത് ഈ IDBIയുടെ ഒരു സ്റ്റേക്ക് സെയിൽ ഇപ്പം ഏതാണ്ട് ഒരു നല്ല 95% വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുക. മാർച്ചിന് മുന്നിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇയറിൽ ഈ മെറ്റൽ കമ്പനികൾ കുറേ ഉണ്ട് ഗവൺമെന്റിന്. ആ സ്റ്റോക്കുകളിൽ നിന്നൊക്കെ ഹിന്ദുസ്ഥാൻസും കിടക്കുള്ള കുറേ സ്റ്റോക്കുകൾ നമുക്ക് ഹോൾഡിംഗ് ഉണ്ട്. അതൊക്കെ ഒരു ഡൈവേസ്റ്റ് ചെയ്യാൻ പറ്റിയ മെറ്റൽ സ്റ്റോക്കുകൾക്കൊക്കെ വലിയൊരു റാലി ഉണ്ടായിട്ടുണ്ട്, വാല്യുവേഷൻ. അതൊക്കെയാണെന്ന് തോന്നുന്നു ഗവൺമെന്റ് പ്രതീക്ഷ. പിന്നെ ഈ CPSE കമ്പനീസ് ഉണ്ടല്ലോ, ഈ പബ്ലിക് സെക്ടർ കമ്പനീസിന് ഒരുപാട് ലാൻഡ് ബാങ്ക് ഉണ്ട്. ഇതിനെ ഒന്ന് മോണറ്റൈസ് ചെയ്ത്, അതായത് ഡീമർജ് ചെയ്തിട്ട് അതിനെ അതുവഴി പൈസ റേസ് ചെയ്യണം എന്ന് ഗവൺമെന്റിന് ആഗ്രഹം ഉണ്ടാവേണ്ടായിരിക്കാം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഉയർത്തി. No issues. But Suraj, incidentally, Finance Minister announcement, she specifically mentioned rights കുറിച്ച് സംസാരിച്ചിരുന്നു. And she was telling rather than direct disinvesting, rights CPSE, specific CPSE rights കൊണ്ടുവന്നിട്ട് ആ വഴി ആയിരിക്കും ഒരുപക്ഷെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അവിടെയും ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു സെൽ ദ ഷെയർസ്, എനിക്ക് ഡെഫിനറ്റ്ലി ഷെയർ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുന്ന സമയത്തായിരിക്കണം ഇതിൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആകാൻ പോകുന്നത്. But I think as far as retail small investors are concerned, this is one investment avenue. Public sector rights എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ് കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റൊരു അനൗൺസ്മെൻറ്റ് ഇൻട്രസ്റ്റിംഗ്ലി വാസ് 100 crore ഇൻസെൻറ്റീവ് ഫോർ മുനിസിപ്പൽ ബോണ്ട്സ്. സോ മുനിസിപ്പൽ ബോണ്ട് മാർക്കറ്റ് ഡീപ്പൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ബാങ്ക് റേറ്റ്സ് ആർ കമ്മിങ് ഡൗൺ. ബട്ട് മുനിസിപ്പൽ ബോണ്ട് മാർക്കറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡു വെരി വെൽ ഫോർ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇക്കോണമി, ഡെവലപ്മെൻറ്റ് ഓഫ് ദ മുനിസിപ്പാലിറ്റി. ആൻഡ് അതേസമയം ആസ് ഫാർ ആസ് ഇൻവെസ്റ്റേഴ്സ് ആർ കൺസേൺഡ്, ഇറ്റ് വിൽ ബി എ മിഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാത്ത് ബിറ്റ്വീൻ ഈക്വിറ്റി ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. താങ്ക് യു പ്രദീപ്. നേരത്തെ പ്രിൻസ് ചോദിച്ചല്ലോ, അതായത് നമ്മൾ ഒരു സ്റ്റിമുലസ് ഇല്ലാതെ ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിനിലേക്ക് പോയി എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു പെർഹാപ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഇനി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റിലായിരിക്കില്ല,
പകരം ഡെറ്റ് ടു GDP എന്ന് പറയുന്ന ഫിഗർ ആയിരിക്കും. കാര്യം ഇത് പലപ്പോഴായിട്ട് ഡിസ്കഷൻ പോയിന്റ് നമ്മുടെ എക്കണോമിയിൽ വന്നിട്ടുണ്ട്. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ റവന്യൂവും എക്സ്പെൻഡിച്ചറും മാത്രം ഒരു കൊല്ലത്തെ ഫിഗർ മാത്രമേ തരുന്നുള്ളൂ എന്നുള്ള. എന്നാൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഡെറ്റിനെ അത് കണക്കിലെടുക്കുന്നില്ല. അതായത് അരിയേഴ്സ് കിടക്കുന്നുവെന്നും കണക്കിലെടുക്കുന്നില്ല. അതായത് നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2 രാജ്യങ്ങൾ, ഒരു രാജ്യത്തിന് ഡെറ്റ് ടു GDP 100 ആയിരിക്കും, മറ്റൊരു രാജ്യത്തിന് ഡെറ്റ് ടു GDP 40 ആയിരിക്കും. എന്നാൽ രണ്ടുപേർക്കും ഫിസിക്കൽ ഡെഫിസിറ്റ് ചിലപ്പോൾ 5 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് രണ്ടുപേർക്കും 5 എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരുന്നത് കാരണം പൊതുവേ ഈ റേറ്റിംഗ് ഏജൻസീസ് ആയ ഫിച്ചും S&Pയും മറ്റുള്ള റേറ്റിംഗ് ഏജൻസിയും സോവറിൻ ഫണ്ട്സും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് മാറിയിട്ട് ഈ പറയുന്ന പോലെ ഡെറ്റ് ടു GDP എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ആങ്കറിലേക്ക് പോകണം എന്നുള്ളൊരു എക്കോയിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നൂല് പിടിച്ചാണെന്ന് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ടൊരു ഫിസിക്കൽ കൺസോൾട്ടേഷന് റാദർ ദാൻ സ്റ്റിമുലസ് എന്നുള്ള രീതിയിലേക്ക് പോയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് അക്ഷയ് എവിടെയെങ്കിലും ഒരു പോക്കറ്റ്സ് ഓഫ് വാല്യൂ കാണുന്നുണ്ടോ? അതായത് ഏതെങ്കിലും സെക്ടർ ആണെങ്കിലും ശരി, ഒരു സ്റ്റോക്ക് ആണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നോക്കുമ്പോൾ ചില സീക്രട്ടായിട്ട്, അതായത് അധികം നമ്മൾ സംസാരിക്കാത്ത ചില 2-3 സെക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അക്ഷയുടെ കയ്യിൽ നിന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതായത് എവിടെയെങ്കിലും നമുക്കൊരു കുറച്ചൊരു എന്താ പറയുക ഒരു ബ്രൈറ്റ് സ്പോട്ട്സ് കാണുന്നുണ്ടോ? ആക്ച്വലി IT ആണ്. IT എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡേറ്റാ സെന്റേഴ്സ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ വളരെ സ്മാർട്ടായിട്ട് ഗവൺമെന്റ് ലുക്ക്ഡ് അറ്റ് സെമി കണ്ടക്ടർ നമുക്ക് സെൽഫ് സസ്റ്റെയിൻ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ 4 സ്റ്റേറ്റ്സിൽ ദേ ആർ സെറ്റിംഗ് അപ്പ് ഈ റെയർ എർത്ത്സിന്റെ ഒക്കെ ദേ ട്രൈങ് ടു മൈനിങ് ദേ ട്രൈങ് ടു ഡെവലപ്പ്. അപ്പോൾ ദ ഐഡിയ വുഡ് ബി ബേസിക്കലി ഇന്ത്യ തന്നെ സെമി കണ്ടക്ടറിന്റെ ഒരു മാനുഫാക്ചറിങ് ഹബ് മാത്രമല്ല ഒരു സെൽഫ് സഫീഷ്യന്റ് മാനുഫാക്ചറിങ് ഹബ് ആവാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത്. അതിനുവേണ്ടി എലൊക്കേഷൻ, വലിയ എലൊക്കേഷൻ, ഓൾമോസ്റ്റ് 40,000 crores over the next 5 years. ഞാൻ അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് തിങ്, ഡേറ്റാ സെന്ററിൽ വാട്ട് ദേ ഹാവ് സെഡ് ഇസ് ഗ്ലോബൽ കമ്പനീസിന് 20 കൊല്ലത്തെ ടാക്സ് ഹോളിഡേ ആണ് ഇന്ത്യയിലെ ഡേറ്റാ സെന്ററിൽ നിന്ന് അവര് ക്ലൗഡ് സർവീസസ് ഓഫർ ചെയ്യുവാണെങ്കിൽ. അതും ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്മാർട്ട് മൂവ്. കാരണം ഗ്ലോബൽ ഡേറ്റ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ആ ഡേറ്റ നമ്മുടെ ഇന്ത്യയിലായിരിക്കും. ഇന്നത്തെ കാലത്ത് ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ, ഡേറ്റ ഇസ് എവറിഥിങ് ടുഡേ. അപ്പൊ ഇന്ത്യയിൽ ആ ഡേറ്റ സെന്റേഴ്സിന് ഇത്രയും നമ്മൾ എൻകറേജ് ചെയ്തിട്ട് കുറെ കമ്പനീസ് അകത്ത് വരുവാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഇന്ത്യയിൽ ആ ഡേറ്റ നിൽക്കും, ഡേറ്റ സെക്യൂരിറ്റി ആയി, ലോട്ട് ഓഫ് പുതിയ ഇൻഡസ്ട്രി, പുതിയ എംപ്ലോയ്മെന്റ്, സെൽഫ് സഫീഷ്യൻസി ഇൻ IT, ഇൻ AI എല്ലാം. ഐ തിങ്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സിംഗിൾ നോക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി IT സർവീസസ് ആൻഡ് allied സർവീസസ് ലൈക്ക് ഡേറ്റാ സെന്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ ടൂറിസം ഉണ്ട്. ഗവൺമെന്റ് കൺസിസ്റ്റന്റ്ലി ടൂറിസം നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്ത് വരുവാണ്. നൗ ഓൾസോ ദേ ടോക്കിംഗ് അബൌട്ട് ട്രെയിനിങ് ഗൈഡ്സ്. നമ്മൾ ഒരു ഇന്ത്യയിൽ ഒരു ജനറലി നമ്മൾ പോകുമ്പോൾ ഒരു ആർക്കിയോളജിക്കൽ ASI സൈറ്റ്സിൽ പോയാലും പല സ്ഥലത്ത് പോകുമ്പോൾ യു ഡോണ്ട് സീ അങ്ങനെ ഒരു ഗൈഡ്സ്, ഒരു എക്സ്പീരിയൻസ് ഗൈഡ്സ് കാണാറില്ല. സോ വി ഡോണ്ട് നോ ദി real value of them. ഇതൊക്കെ now they're talking about 20,000 guides over so many locations, 10,000 guides over 20 locations. ഇതൊക്കെ വളരെ ഒരു ബൂസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഹോട്ടൽ സെക്ടർ ഫോർ എക്സാമ്പിൾ വിൽ ബി വെരി ഗുഡ്. They're talking about developing university cities. അപ്പോൾ all these are വളരെ 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 positives in the budget and allied sectors എല്ലാം നന്നായിട്ട് ഗ്രോ ചെയ്യും ഇതിൻ്റെ അകത്ത്. ഓക്കെ, താങ്ക് യു അക്ഷയ്. പ്രിൻസ്, ഇപ്പോൾ അക്ഷയ് പറയുന്നത് ആ ഡേറ്റാ സെൻറ്റർ, അതായത് എന്താ 2047 വരെ ഗ്ലോബൽ കമ്പനീസിന് അല്ലേ, ഗ്ലോബൽ കമ്പനീസായിട്ട് ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ക്ലിയർ ആണ്. ബട്ട് ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഡേറ്റാ സെൻറ്റർ കൺസ്യൂംസ് എ ലോഡ് ഓഫ് പവർ. ഒരു പവർ എന്ന് വെച്ചാൽ ഒരു ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റർ ലൈക്ക് മെറ്റാ ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഡേറ്റാ സെൻറ്റർ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് എറണാകുളവും തിരുവനന്തപുരം കൂടെ ചേർത്ത് വെക്കുന്ന അത്ര ഒരു ഇലക്ട്രിക്കൽ കൺസംഷൻ വേണം എന്നുള്ളതാണ്. എന്നാൽ ഗവൺമെൻറ് ഡേറ്റാ സെൻറ്ററിന് ഇതേപോലെ ഒരു റിഫോംസ് കൊണ്ടുവരികയും ഇപ്പുറത്തെ സൈഡിൽ പവർ സെക്ടർ റിഫോംസ് വലുതായിട്ട് കൊണ്ടുവരികയും ചെയ്തില്ല എന്നുള്ളത്. അതായത് ഗ്രിഡിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്കറിയാലോ, ഇന്ത്യൻ ഗ്രിഡ്സ് ഒക്കെ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലീനിയർ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടാണ്. ഈ ഡൈനാമിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രിഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെന്നല്ല US-ലെയും പറ്റില്ല എന്നുള്ള. ഇപ്പോൾ അടുത്ത കാലത്ത് സോളാർ പവർ വരുന്നു. രാത്രി ഒന്നും കിട്ടുന്നില്ല, രാവിലെയാണ് കിട്ടുന്നത്. വിൻഡ് എന്ന് പറയുന്നതും വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കാര്യം വിൻഡ് ഉള്ളപ്പോൾ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ മെയിൻ ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ചോക്കിംഗ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഈ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ മാറ്റണമെന്നും പവർ സെക്ടർ റിഫോംസ് കൊണ്ടുവരണമെന്നും വലുതായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഡേറ്റാ സെൻറ്ററിന് ഇൻസെൻറ്റീവ് കൊടുത്തപ്പോൾ ഇപ്പുറത്ത് ഗ്രിഡിനോ പവർ സെക്ടർ റിഫോംസോ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്.
ക്യാപിറ്റൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ക്യാപെക്സ് ഗവൺമെൻറ് ക്യാപെക്സിനകത്ത് ചിലപ്പോൾ പവർ സെക്ടർ റിഫോംസിനകത്ത് കാശ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ബട്ട് അതിനൊരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അവിടെ വന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് പവർ സെക്ടറിന് ഈ ഒരു ബഡ്ജറ്റ് സുഖകരമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിന്റ് സ്പെഷ്യലായിട്ട് പ്രിൻസിന് ആഡ് ചെയ്യാനുണ്ടോ? ഈ പവർ സെക്ടറിനെ സംബന്ധിച്ച് അതൊരു യൂട്ടിലിറ്റി സെക്ടറാണ്. അതെ. അപ്പോൾ അത് ഇനിയുള്ള കാലത്ത് പവർ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള പവർ ജനറേഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോളാർ, വിൻഡ്, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് എനർജിയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അറ്റോമിക് ഒരു പോളിസിയും കൊണ്ടുവന്ന് അറ്റോമിക് സ്റ്റേഷൻസ് വീണ്ടും തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ബജറ്റിനകത്ത് ഇത് പറഞ്ഞില്ല എന്ന് പറയുമ്പം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും തകർന്നു കിടന്നിരുന്ന ഒരു സെക്ടറായിരുന്നു പവർ എന്ന് പറഞ്ഞത്. സ്റ്റേറ്റ് ലെവലിലുള്ള ഡിസ്ട്രിബ്യൂഷനും ലോസസും പലതരത്തിലുള്ള ബാങ്കുകളുടെ നിന്നുള്ള ലോണുകളെല്ലാം എടുത്തേക്കുന്നതും അങ്ങനെയുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സ്ട്രക്ചറിൽ നിന്ന് അവരിപ്പോൾ റെഗുലേറ്ററെ കൊണ്ടുവന്നു, പവർ എക്സ്ചേഞ്ചേഴ്സ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനകത്തൊരു ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട്. പല സ്റ്റേറ്റുകളും പവറിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സോളാറിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ബിൽഡപ്പ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നല്ല നല്ല കമ്പനികളുണ്ട്. അവരുടെ കപ്പാസിറ്റിയൊക്കെ വേൾഡ് ക്ലാസ് കപ്പാസിറ്റിയും പ്രൊഡക്ഷനും ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്തൊന്നും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ പവറിൻ്റെ സിറ്റുവേഷൻ അത്ര മോശമല്ല നമ്മളുടെ. പക്ഷേ എന്നാലും താങ്കൾ പറഞ്ഞ പോലെ മുന്നോട്ട് ചിന്തിക്കുമ്പം ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഇപ്പം നമ്മൾ AI എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ അതൊരു കൺസെപ്റ്റ് അല്ലല്ലോ, അതൊരു റിയാലിറ്റി ആയല്ലോ AI. അപ്പോൾ AI ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്തൊരു 5-6 വർഷങ്ങളിൽ വലിയ തോതിലുള്ള ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകും. അതിനൊക്കെ വലിയ കൺസംഷൻ ഉണ്ടാകും താങ്കൾ പറഞ്ഞ പോലെ. അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ പവർ കമ്പനികൾക്ക് ഒരു എന്തെങ്കിലും ഒരു കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ടൊരു സ്കീമൂടെ കൊടുത്താൽ അത് വളരെ നന്നായിരുന്നു. അല്ലെങ്കിൽ ബജറ്റിൽ അതിനെപ്പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പരാമർശം ഒന്നും കണ്ടില്ല. പക്ഷേ എന്നും പറഞ്ഞ് പവർ കമ്പനികളുടെ സ്റ്റോക്ക് മറ്റ് സ്റ്റോക്കുകൾ പോലെ ഒറ്റ വെർട്ടിക്കലായിട്ട് ഇറങ്ങുകയൊന്നും ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. യൂട്ടിലിറ്റി ബിസിനസ്സാണ്. അതിൽ നിന്നൊരു ഇങ്ങനെ ഒരു ആനുവിറ്റി ഇൻകം പോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ പവർ കമ്പനികൾക്ക് മോശമുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. ഈ ഡിമാൻഡ് കൂടുക എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും നല്ലതാണ്. കപ്പാസിറ്റിയും കൂടെ നമ്മൾ പ്രൊഡക്ഷൻ ഇതൊന്നും അല്ലാതെ തന്നെ ഇന്ത്യയിൽ ഡിമാൻഡ് വൻതോതിൽ കൂടുന്നുണ്ട്. പവറിൻ്റെ യൂട്ടിലൈസേഷൻ, അതായത് നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് പോലും പവർ കൺസ്യൂം ചെയ്യുന്നതിൽ ഒരു 10 വർഷത്തേനെ അപേക്ഷിച്ച് മുന്നോട്ട് ഇപ്പോൾ ചിന്തിക്കുമ്പം അവരുടെ ഒരു പെർ ഇൻഡിവിജ്വൽ കൺസംഷൻ ഹാസ് ആക്ച്വലി ഗോൺ അപ്പ്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് ഹൗസ് ഹോൾഡിൻ്റെ യൂസ് ഉണ്ട്, ബിസിനസ്സുകളുടെ ഇൻഡസ്ട്രി യൂസ് ഉണ്ട്, ഏറ്റവും അവസാനമായിട്ട് ഡാറ്റാ സെൻറ്റർ പോലത്തുള്ള കാര്യങ്ങൾ, അതായത് AI റിലേറ്റഡ് ആക്ടിവിറ്റി റിയലായിട്ട് വരുന്ന സമയത്തുള്ള യൂസേജ് ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഡിമാൻഡ് ഇനിയും കൂടും. പിന്നെ പവറിൻ്റെ റേറ്റ് പറയുമ്പോഴാണ് നമുക്കൊരു ഇഷ്യൂ. ഓൾറെഡി ഇന്ത്യയിലെ പവർ റേറ്റ്സ് ആർ ഓൺ ദ ഹയർ സൈഡ്. ഗ്ലോബലി ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കാലം കുറവാണ്. അതൊന്ന് കുറയണമെങ്കിൽ ഇവിടെ കപ്പാസിറ്റി കൂടിയാലേ അത് കുറയത്തുള്ളൂ. ഒരു ടാരിഫ് റാഷണലൈസേഷൻ ഉണ്ടാകണം. കപ്പാസിറ്റി കൂടിയേ കുറയത്തുള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിന് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിൽ കൊണ്ടുവന്ന് പവർ ഇങ്ങനെ കൊടുക്കണമെന്ന് പറയാനൊക്കെ തന്നെ. ഇതൊക്കെയാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഇത് ബജറ്റിൽ കയറി വലിയ അനൗൺസ്മെൻറ്റ്സ് ഒന്നും നടത്തായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ വരുമായിരിക്കും പുറകെ. സോ ബട്ട് ഇൻസിഡൻ്റ്ലി പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ആൻഡ് RECL ഒരു റിഫോം റീസ്ട്രക്ചറിങ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓൺലി തിങ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട, Power Finance and REC are not power generation companies, they are non-banking finance companies. So they have significant exposure on the board. Exactly. പിന്നെ പ്രദീപ്, ഇതിനകത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയത് ഒരു 10,000 crore ബയോ ഫാർമ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള. നമുക്കറിയാലോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ടു ട്രാൻസ്ഫോം ഇന്ത്യൻ ഫാർമ ഫ്രം എ ജനറിക് മാനുഫാക്ചറിങ് ഹബ് ടു എ ഗ്ലോബൽ പവർ ഹൗസ് ഓഫ് ഹൈ വാല്യൂ ബയോളജിക്സ് എന്നുള്ള കാര്യത്തിലേക്കാണ് അത് കൊണ്ടുവന്നത്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു എക്സ്പെർട്ടീസ് ഉള്ളൊരു മേഖലയാണ് ഫാർമ എന്ന് പറയുന്നത്, ഫാർമയുടെ ബാക്ക് എൻഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ നമുക്ക് തന്നെ ഇവിടെ ഇപ്പോൾ CDMO സ്പേസിൽ ഡിവീസ് ലബോറട്ടറീസ് ഉണ്ട്, ബയോകോൺ ഉണ്ട്, പിരമാൾ ഫാർമയുണ്ട്, ലോറസ് ലാബ്സ് ഉണ്ട്. പ്രദീപിന് ആ ഒരു റിഫോമിനെ കുറിച്ച് എന്ത് പറയുന്നു? കാര്യം നമ്മൾ അടുത്ത കുറച്ച് കാലമായിട്ട് ഫാർമ അധികം ഒരു പെർഫോമറും അല്ല, അത് നല്ലൊരു വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെക്ടറും കൂടെയാണ്. അപ്പോൾ ഈ CDMO സ്പേസിൽ ഈ വരുന്ന ഒരു റിഫോം എങ്ങനെയാണ് ഫാർമ സെക്ടറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പ്രദീപ്? See, this is a short term ആയിരിക്കത്തില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ്. ഇറ്റ് വിൽ ഓൺലി ബി ലോങ് ടേം. നമ്മൾ ഫാർമ സെക്ടർ എടുക്കുമ്പോഴേക്കും ഇന്ത്യ ജനറലി ഡസ് നോട്ട് സ്പെൻഡ് ഓൺ R&D.
R&D എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് യൂഷ്വലി ഈസ് ഫോക്കസ്ഡ് ബൈ ബിഗ് കമ്പനീസ് ലൈക്ക് എലി ലിലി എക്സെട്ര ഇൻ ദ USA. നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി മാനുഫാക്ചറിങ്, ജനറിക് മാനുഫാക്ചറിങ്. ഇവിടെ ഇന്ത്യയിലെ എടുത്തു പറയാവുന്ന വൺ ഓഫ് ദ കമ്പനീസ് ഇസ് ബയോകോൺ. ബട്ട് ബയോകോണിൻ്റെ കേസിൽ നമുക്കറിയാം, ഐ റിയലി ഫീൽ ഇറ്റ്സ് എ ഹൈലി അണ്ടർവാല്യൂഡ് സ്റ്റോക്ക്. But generally speaking, this is again very much needed. It's a long term വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഇതിൽ ഫോക്കസ് വരാൻ പോകുന്നത് ഇറ്റ് ഈസ് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, ക്യാൻസർ എക്സെട്ര. ക്യാൻസർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന്. യെസ്, ഈ ഇൻഫാക്ട് പ്രദീപ് പറഞ്ഞപ്പോൾ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ബയോകോണിൻ്റെ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷോ തന്നെ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്ന് ഡയറക്റ്റ്ലി പറയുകയും കൂടെ ഉണ്ടായി. അതായത് ഒരു 5 മാസം മുമ്പേ ഹിൻഡാൽക്കോയും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഹിൻഡാൽക്കോൻ്റെ ഒരു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ച് അവരൊരു മീറ്റിംഗ് വെച്ചിരുന്നു. അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരുടെ സപ്ലയർ, അന്നൊക്കെ അവർ പറഞ്ഞത് ഞങ്ങളെ മാർക്കറ്റ് കാണുന്നത് കമ്മോഡിറ്റി സ്റ്റോക്കായിട്ടാണ്, ബട്ട് ഞങ്ങൾ പ്രോഡക്റ്റ് കമ്പനിയായി മാറി അതിൻ്റെ ഒരു വാല്യുവേഷൻ ചേഞ്ച് ഞങ്ങളുടെ സ്റ്റോക്ക് പ്രൈസിൽ വരണമെന്ന് അവർ പ്രിസൈസ്ലി അവർ പറയുകയും അന്ന് 565 എങ്ങാണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ്. പിന്നെ ഏതാണ്ട് 1000 വരെ പോയി 4-5 മാസത്തിനുള്ളിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് കുറേ നെഗറ്റീവും FI സെല്ലിങ്ങും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഒക്കെ പറയുമ്പോൾ ഹിൻഡാൽക്കോ ഓൾമോസ്റ്റ് ഡബിൾ ആയ സ്റ്റോക്കാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അക്ഷയ്, ഐ തിങ്ക് യു ആർ ദേർ അല്ലേ? അക്ഷയ്, ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സെൻസിബിൾ ആസ് വെൽ. കാര്യം ഡേറ്റാ സെൻറ്റേഴ്സ് ഉയർന്നു വരും, ബട്ട് അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള പവർ സെക്ടർ റിഫോംസിനെ കുറിച്ചാണ് പ്രിൻസും പ്രദീപും ഒക്കെ ആയിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഇൻ ടോട്ടോ അക്ഷയ് നോക്കുമ്പോൾ ഈ ഡേറ്റാ സെൻറ്റർ കൂടാതെ തന്നെ IT സെക്ടറിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? വി നോ വെരി വെൽ ഫോർ ദ ഫാക്ട് ദാറ്റ് ദർ ഹാസ് ബീൻ ലോട്ട് ഓഫ് സെല്ലിംഗ് ഇൻ ദ IT സെക്ടർ. IT സെക്ടർ ഇത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നു എന്ന് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിസ്റപ്ഷൻ കാരണം AI അത്ര ഒരു ഫ്ലേവർ ഓഫ് ദ സീസൺ അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നോക്കുമ്പോൾ ഇത്രയും ക്യാഷ് കൊണ്ട് ത്രോ ചെയ്യുന്ന ഒരു ബിസിനസ് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈസ് ഇറ്റ് എ വാല്യൂ ബൈ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, അക്ഷയ്? I think it's a value buy. There are 2-3 things. One basic reason of IT going down incidentally is AI itself. കാരണം നമ്മൾ ഇന്ത്യൻ കമ്പനീസ് നോക്കുവാണെങ്കിൽ ദേ ആർ ബേസിക്കലി സർവീസ് പ്രൊവൈഡേഴ്സ്. ഇറ്റ്സ് എ ലേബർ ആർബിട്രാജ്. ലേബർ എംപ്ലോയ് കോസ്റ്റ് ആർ ചീപ്പർ ഇൻ ഇന്ത്യ ദാൻ US. അപ്പോൾ യു ഔട്ട്സോഴ്സിംഗ് വർക്ക്. AI വിൽ ടേക്ക് കെയർ. അങ്ങനത്തെ കുറേ ജോബ്സ് പോകും. ലോട്ട് ഓഫ് ഓട്ടോമേഷൻ വിൽ ഹാപ്പൻ. അത് കാരണമാണ് നമ്മുടെ IT സർവീസസിൽ ഒരു പ്രഷർ ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വി ആർ സീയിങ് സെല്ലിംഗ്. ബട്ട് നമ്മൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ TCS came out with a statement recently that they are investing in AI. Indian talent AI ഉണ്ട്. As of now on the forefront അത് വന്നിട്ടില്ല. But I am expecting that in the foreseeable future Indian companiesum കുറെ AI-ലേക്ക് കുറെ കൂടി അവരുടെ ഫോക്കസ് ഉണ്ടാവും. And given the performance that IT has and given the scope of data centers, of software development, of AI, I think IT ഒരു വാല്യൂ, ഒരു contrarian, ഒരു വാല്യൂ ബൈ ആയിട്ടാണ് ഞാൻ അത് കാണുന്നത്. Including all these infrastructure IT companies as well as the software companies who are diversifying into AI related business. മറ്റുള്ള പാനലിസ്റ്റുകളൊന്ന് ക്ഷമിക്കണം, എനിക്ക് പ്രിൻസ് ഒരു 5 മിനിറ്റും കൂടെ എൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിൻസിൻ്റെ അടുത്ത് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. റാപ്പിഡ് ഫയർ. അതായത് പ്രിൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ IT സെക്ടറിൻ്റെ കാര്യം തന്നെ, കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഇൻഡെക്സ് കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് അറൌണ്ട് 6 to 7% ഡൗൺ ഫ്രം ദ പീക്ക് ലെവൽസ്. നമുക്കറിയാലോ, നമ്മളെല്ലാവരും കൂടുതൽ പറയുന്നത് ടാരിഫിൻ്റെ കാര്യമാണ് ബാധിച്ചത്, അല്ലെങ്കിൽ FI സെല്ലിംഗ് ആണ്, FPI സെല്ലിംഗ് ആണ്, ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്നൊക്കെ പറയണമെങ്കിലും ടാരിഫിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടാരിഫ് കാരണം, US ടാരിഫ് കാരണം ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഒന്നും നമ്മുടെ നിഫ്റ്റി 50 കോൺസ്റ്റിറ്റ്യുവൻസിലില്ല. നമ്മൾ കൂടുതലും നോക്കുമ്പോൾ ലെതർ ഗുഡ്സ് ആണെങ്കിലും ശരി, ഗാർമെൻറ്റ്സ് ആണെങ്കിലും ശരി, ജെംസ് ആൻഡ് ജ്വല്ലറി ആണെങ്കിലും ശരി, അക്വാകൾച്ചർ, സീ ഫുഡ് എക്സ്പോർട്ട് ആണെങ്കിലും ശരി, ഇതൊക്കെ ഔട്ട്സൈഡ് ഓഫ് നിഫ്റ്റിയാണ്. ഇൻഫാക്ട് മിഡ് ക്യാപ്പിൽ പോലും ഇല്ല, സ്മോൾ ക്യാപ്പും SME സെക്ടറിലുമാണ് കൂടുതൽ വരുന്നതെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അതായത് നിഫ്റ്റി ലെവലിൽ വന്നിട്ടില്ല. രണ്ടാമത്, ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇത്രയും പൈസ ഒഴുകുന്നത് കാരണം നമുക്കറിയാം ഓരോ ദിവസവും ഒരു FI വിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതലാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ. എവിടുന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന് പൈസ വരുന്നു? അവർക്ക് സ്വന്തമായിട്ട് കാശില്ല. നമ്മളെ പോലുള്ളവർ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് SIP വഴി മേടിക്കുന്നതിലാണ് ആ കാശുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഓവർ വാല്യുവേഷൻ പല സെക്ടറിലും നിഫ്റ്റി ലെവലിൽ ഉണ്ടായിരുന്നു. അതിന് ടാരിഫ് ഒന്നും കാരണമല്ല, വാല്യുവേഷൻ നോക്കുമ്പോഴത്തേക്കും വളരെ പ്രൈസസ് ഹൈ ആയിട്ട് പോയി എന്നുള്ള. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് പ്രിൻസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം,
അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിംഗ് ഉണ്ടല്ലോ, FIIസിൻ്റെ സെല്ലിംഗ് നിഫ്റ്റി 50 വരുമ്പോൾ ഈ FIIസിൻ്റെ സെല്ലിങ്ങിനെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന പോലെ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. വാട്ട് എവർ സെല്ലിംഗ് ഈസ് ദെയർ ദാറ്റ് ഈസ് ബീയിങ് അബ്സോർബ്ഡ് ബൈ ദ മാർക്കറ്റ്. ശരിക്കുള്ള വാല്യുവേഷൻ അനുസരിച്ച് സ്റ്റോക്സ് താഴേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻക്രിമെൻ്റൽ ആയിട്ടൊരു ബൈയിങ്ങും വരുന്നില്ല. കാര്യം വെച്ചാൽ ഒരു വാല്യൂ സോണിലേക്ക് സ്റ്റോക്കുകൾ വരുന്നില്ല എന്നുള്ള ഒരു പെട്ടെന്നൊരു കറക്ഷൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് വരുമായിരുന്നു. കാര്യം പല സ്റ്റോക്സും വാല്യൂ സോണിലേക്ക് വരുമായിരുന്നു എന്നുള്ള. ബട്ട് അങ്ങനെ ഒരു സവിശേഷത കണ്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു ജനറൽ ട്രെൻഡിനെ കുറിച്ച് പ്രിൻസിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ഒന്ന്. രണ്ടാമത് ഈ ബഡ്ജറ്റിനെ, കാര്യം ഏതാണ്ട് ഒരു 2:45 പ്രിൻസിന് വേറെ ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് പുറത്ത് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 ഈ ബഡ്ജറ്റിനെ എത്ര വരെ മാർക്ക് പ്രിൻസിന് കൊടുക്കാം? റൈറ്റ്, 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നൊരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല. താങ്കളുടെ ഒബ്സർവേഷൻ, മാർക്കറ്റ് വാല്യുവേഷൻ അതായത് ഈ താരിഫ് ഇഷ്യൂ കൊണ്ട് താഴേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇൻഡെക്സിലേലും അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പോൾ ഇൻഡെക്സിൻ്റെ കമ്പോണൻസ് എടുത്താൽ നമുക്ക് അതിനകത്ത് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് വെയിറ്റേജ് ഉള്ളൊരു സെക്ടർ അണ്ടർ പെർഫോം ചെയ്തിട്ടില്ല. ആക്ച്വലി താഴേക്കേ പോയിട്ടില്ല. പിന്നെ ഉള്ളത് മെറ്റൽസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ആക്ച്വലി ഔട്ട് പെർഫോം ചെയ്തു. ആക്ച്വലി താഴേക്ക് പോയ സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ IT-യും അതുപോലെ തന്നെ കൺസംഷൻ റിലേറ്റഡ് സ്റ്റോക്കുകളിലും കാര്യമായിട്ടുള്ള ഡൗൺഫോൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ IT-യിലാണ് ഏറ്റവും പ്രധാനമായിട്ട് താഴേക്ക് വന്ന കാര്യം. പിന്നെ മീഡിയ, കുറേ സെക്ടേഴ്സ്, ആൻസിലറി ആയിട്ടുള്ള കുറേ സെക്ടേഴ്സുകളൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വരുന്നത് ഹെവി ആയിട്ട് ഇപ്പോൾ SIP വഴിയുള്ള ഇൻഫ്ലോസ് ഡൊമസ്റ്റിക് ഫണ്ട്സിലേക്ക് വരുന്നു. ഇത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ബ്രോഡർ അസറ്റ് അലോക്കേഷൻ്റെ പാർട്ടായിട്ട് ആളുകൾ ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള റിട്ടേൺ വരാത്തതുകൊണ്ടും മറ്റുമൊക്കെ അവിടെ നിന്ന് കുറേയേറെ മ്യൂച്വൽ ഫണ്ടുകൾ വഴി വരുന്നുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ആ മ്യൂച്വൽ ഫണ്ട് വഴി അങ്ങനെ നിക്ഷേപിച്ച ആളുകൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത റിട്ടേൺസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടെന്നുള്ളതാണ് സത്യം. ഇനി FIIസിൻ്റെ സെല്ലിങ്ങും ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. FIIസിൻ്റെ സെല്ലിങ്ങിന് പല റീസൺസ് ഉണ്ട്. കാര്യം ഗ്ലോബലി തന്നെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ഈ കമ്മോഡിറ്റീസിലേക്കും മറ്റ് ക്രിപ്റ്റോ കറൻസി പോലുള്ള അസറ്റുകളിലേക്കും ഒക്കെ ഡൈവേർട്ടഡ് ആയിപ്പോയി. ആക്ച്വലി ഇക്വിറ്റി മാർക്കറ്റ്, എമർജിംഗ് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടായി. അഥവാ ഇക്വിറ്റി മാർക്കറ്റിൽ ബൈയിങ് ഉണ്ടെങ്കിൽ അതൊരു കോൺസെൻട്രേറ്റഡ് ബൈയിങ് അമേരിക്കയിലുള്ള ഒരു 7-8 കമ്പനികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ S&P 500 തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയാൽ 500 സ്റ്റോക്കുള്ള S&P 500-ൽ ഒരു 450 സ്റ്റോക്കും താഴേക്കാണ് ആക്ച്വലി. പക്ഷേ ഈ ടോപ്പ് ഒരു 7-8 ഹെവി വെയിറ്റ് സ്റ്റോക്സുകൾ അതിനകത്ത് NVIDIAയും കൂടെ പെടും. അതിങ്ങനെ കുതിച്ച് കയറി പോകുന്നതുകൊണ്ട് S&P ഓൾ ടൈം ഹൈയിലാണ് പോയത്, ഡൗ ജോൺസും എല്ലാം ഹൈയിലാണ് പോയത്. അപ്പം ഈ ഫണ്ടുകളുടെ മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് ETF മണി വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ കമ്മോഡിറ്റി ഗോൾഡിൻ്റെ പ്രൈസും സിൽവറിൻ്റെ പ്രൈസും ഒക്കെ കഴിഞ്ഞ ദിവസം കയറിയ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഹോട്ട് മണി ആയിട്ടുള്ള ETF-കളിലൂടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പം അത് ഹെവിയായിട്ട് വന്ന് ഒരു വലിയൊരു വേവ് പോലെ സിസ്റ്റം മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പെർഫോം ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകളിലേക്ക് വലിയ തോതിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഹൈ ആയിട്ടുള്ള അലോക്കേഷൻ വരികയും അത് വീണ്ടും ആ സ്റ്റോക്കുകളുടെ സെക്ടറിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ ഒരു ഗ്ലോബൽ ഇഷ്യൂ കൊണ്ടും ഡോളറിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടും ഒക്കെ ഗ്ലോബൽ അലോക്കേഷൻ മാറിയതാണ് FII സെല്ലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിൽ ചില അനോമലീസും പൊതുവേ ഇപ്പം നമ്മൾ ഈ ഗ്ലോബൽ ക്യാപിറ്റലിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ലോകത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഒരു ടാക്സും ഇല്ലാതെ ഇൻവെസ്റ്റേഴ്സിന് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയും ഫോറിൻ ഡയറക്റ്റ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസിയുമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അത്രയും ഡെസ്പറേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം മ്യൂച്വൽ ഫണ്ടുകൾക്ക് വലിയ തോതിൽ കാശ് വരുന്നുണ്ട്, അവർ FIIs വിൽക്കുന്നതെല്ലാം മേടിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് വില ഒത്തിരി താന്നില്ല എന്ന് പറയാനൊക്കത്തില്ല. ഒരു കാരണമുണ്ട്, കുറച്ചൊക്കെ താന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനിടയ്ക്ക് ഒരു ഏണിങ്സ് വന്നിട്ട് ഇത് ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഉറപ്പായിട്ട് ഉണ്ടോ, എന്നാലും ചില കമ്പനികളൊക്കെ 10-15% ഒക്കെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യൂമുലേറ്റീവായിട്ട് നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രൈസിൽ തന്നെ ഇപ്പോൾ 26,000 നിഫ്റ്റി നടത്തും 25,000 വരെ താന്നുള്ളൂ എന്ന് പറഞ്ഞാലും ഈ ലെവലിൽ ആക്ച്വലി ദർ ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ്. ബിക്കോസ് ഈ 2 വർഷത്തെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ആദ്യത്തെ 2 ക്വാർട്ടറൊന്നും അത്ര നല്ലതല്ലായിരുന്നു. ക്വാർട്ടർ 3 ആവറേജ് ആയിരുന്നു. ക്വാർട്ടർ 4 ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇയറിൽ നോക്കുമ്പോൾ നമുക്കൊരു 7% GDP ഗ്രോത്തും ഏർണിങ്സിൽ ഒരു 5 to 7% അല്ലെങ്കിൽ 8% ഗ്രോത്തും ഒക്കെ വരുമ്പം
ഈ വാല്യുവേഷൻ ഒക്കെ ഇപ്പോൾ ഏതാണ്ട് കുറച്ചൊക്കെ റീസണബിൾ ആയി എന്ന് പറയാം. ഓവർ വാല്യുവേഷൻ അല്ല. നോമിനൽ GDP പെഗ് ചെയ്തിരിക്കുന്നത് 10 ആണ്. ഇപ്പൊ 8.1 എങ്ങാണ്ടേ ഉള്ളൂ 5.26 എന്നുള്ളത്. അപ്പൊ 10 എന്ന് പറയുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് ഏർണിംഗ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. പിന്നെ ഒരു കാര്യം കൂടെ പ്രിൻസിന്റെ അറിവിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ FIs പെർഹാപ്സ് ഇന്ത്യ ഈസ് ദ ഓൺലി മേജർ ഡെവലപ്ഡ് മാർക്കറ്റ്. നമ്മൾ FIസിനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ സോഴ്സിൽ തന്നെ ടാക്സ് ചെയ്യുന്ന ഒരു കൺട്രി. മറ്റുള്ളവരെല്ലാവരും ഡെവലപ്പ് മാർക്കറ്റ് ആക്കിയോ? അതായത് എന്താന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പൊ മറ്റുള്ളതൊക്കെ ഏതാണ്ട് അവരുടെ റെസിഡന്റ് സ്റ്റേറ്റസ് അനുസരിച്ചാണ് ടാക്സ് ചെയ്യുന്നത്. അതായത് എവിടെ നിന്നാണോ വരുന്നത് അവിടെയാണ് ടാക്സിന് വേണ്ടി വരുന്നത്. ഇവിടെ സോഴ്സിൽ തന്നെ ടാക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡെവലപ്പിംഗ് നേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പാടില്ല. കാര്യം നമുക്കൊരു ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യമുണ്ട്. കാര്യം വലിയൊരു ക്യാപിറ്റൽ ഈ ബജറ്റിൽ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്റർനാഷണൽ പ്രാക്ടീസ് അനുസരിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റി ഒക്കെ ഉണ്ട്, ഡബിൾ ട്രീറ്റി ഒക്കെ ഉള്ള രാജ്യങ്ങൾ അത് വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഴ്സ് ടാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇറിറ്റേഷൻ തന്നെയാണ്. അവർ ഒരു ടാക്സ് ഒക്കെ കംപ്ലൈ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും ലോകത്ത് എവിടെയെങ്കിലും ഏത് രാജ്യത്താണോ അവരുടെ സോഴ്സ് അവിടുന്ന് അവർ ടാക്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ FIസിനെ ട്രീറ്റ് ചെയ്യാം. സോവറിൻ ഫണ്ട്സിനെ ഗ്രീൻ ചാനലിൽ കൂടെ ട്രീറ്റ് ചെയ്ത് കൊടുക്കാം, മറ്റുള്ള ഹെഡ്ജ് ഫണ്ട്സിനെ വേണമെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ട് കാണുകയും ചെയ്യാം. അതിന്റെ ഒരു റിഫോംസും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല എന്നുള്ളതാണ് ഐശ്വര്യം. അതൊക്കെ ബജറ്റിലെ ന്യൂനതകൾ തന്നെയാണ്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് താങ്കൾ ചോദിച്ച ഒരു ആൻസർ കൂടെ ഞാൻ പറയാം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് ഡയറക്റ്റായിട്ടൊരു സപ്പോർട്ട് കിട്ടിയില്ല, STT കൂട്ടി എന്നുള്ള ഒരു നെഗറ്റീവ് ഒഴിച്ചാൽ വലിയ വേറെ നെഗറ്റീവ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ കണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിഫോം ചെയ്യാനുള്ള അവസരമായിരുന്നു. എന്തുകൊണ്ടോ റിഫോംസിലേക്ക് അവർ വന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നത് കാര്യമായിട്ടുള്ള റിഫോംസ് അനൗൺസ്മെന്റിലേക്ക് വന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ഇലക്ഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും, ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്. പിന്നെ ഉള്ളത് ഒരു കുറച്ചൊരു കടുംപിടുത്തത്തിൽ ഡെഫിസിറ്റ് 4.3 എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക, കഴിഞ്ഞ ഓണത്തെക്കാളും ബെറ്ററായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ എടുത്തത് അത് കുറച്ചൊരു കടന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത്തവണ കുറച്ച് വലിയ എക്കണോമിസ്റ്റുകൾ പോലും പറഞ്ഞത് ഒരു 4.5 4.6 ഒന്നും ആയാലും കറൻസിയിലൊന്നും വലിയ വിഫോളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ബോണ്ട് പ്രൈസസിലുള്ള ഇൻക്രീസ് ഒന്നും ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നിട്ടും ഗവൺമെൻറ് അത്രയും അഡമൻ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തത് എന്താണ് എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. ഈ 2-3 ചെറിയ നെഗറ്റീവ്സ് വെച്ചിട്ട് ഞാനൊരു 7.58 ലെവൽ വരെ ഇതിനൊരു ഔട്ട് ഓഫ് 10 നോട്ട് ബാഡ് എന്നുള്ളതാണ് എൻ്റെ വ്യൂ. സോ താങ്ക് യു സോ മച്ച് പ്രിൻസ്, ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്. കാര്യം പ്രിൻസിന് മറ്റുള്ള പ്രൈവറ്റ് എൻഗേജ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. പ്രിൻസിന്റെ കുറച്ച് ക്ലയൻസും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റ് ബഡ്ജറ്റ് ഡിസ്കഷൻ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, എനിക്ക് ഇനി അക്ഷയ എടുത്തും പ്രദീപിൻ്റെ അടുത്തും പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് ഡെസ്കിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സഫ്വാൻ അല്ലെങ്കിൽ നിഖിൽ PCR ഒന്ന് കണക്ട് ചെയ്താൽ കൊള്ളാം. അതായത് ബഡ്ജറ്റിൽ ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഏതൊക്കെ സ്റ്റോക്സിനാണ് കൂടുതൽ അലോക്കേഷൻ കിട്ടിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് എനിക്കൊരു ലൈവ് അപ്ഡേറ്റിൻ്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സാർ, ഇപ്രാവശ്യത്തെ ഒരു അലോക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 40,000 കോടി രൂപയുടെ ഒരു അലോക്കേഷൻ ആയിരുന്നു ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് എടുത്ത് കാണാനായിട്ടുള്ളത് ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഡിക്സനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ സമീപ കാലത്തുള്ള ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഫോൾ ആയിരുന്നു. എന്നാൽ വളരെ സ്ട്രക്ചറലി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിലവിലുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഡിക്സന്റെ ഒരു ടെക്നിക്കൽ സ്റ്റേറ്റ് എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സഫാൻ? ടെക്നിക്കലി നമുക്കറിയാം ഡിക്സൺ ടെക്നോളജി നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്കറിയാം ഓവറോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ, അതായത് നമുക്കറിയാം ഈ ലെവലിലെല്ലാം ട്രെൻഡ് ലൈൻ പ്രോപ്പറായി വർക്ക് ആയതിനു ശേഷമാണ് ഈ ലെവലിൽ നമുക്കൊരു ബ്രേക്ക് ഡൗൺ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റിൽ ഇങ്ങനെ വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്റ്റോക്സ് അതിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കണ്ടിന്യൂസ് അപ്സറാൽ നടന്നതിന് ശേഷം ആ ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഡൗൺ നടന്നതിന് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള വീക്ക്നെസ് നമുക്കറിയാം. ഇവിടെ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ഇവിടെ ഒരു റാലി അറ്റംപ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഒരു വീക്ക്നെസ്, അതായത് ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ സാധിക്കും. ഡിക്സൺ കറന്റ് ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന ഏരിയ എങ്കിലും മറികടക്കണം ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ. ഇത് നമുക്ക് ഓവറോൾ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു സെനാരിയാണ്. അതായത് ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബിയറിഷ് ഫേസിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ലോങ് കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകും. അത് സെയിം സെനാരിയോ തന്നെയാണ് ഡിക്സൺ ടെക്നോളജീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ആംബറിലേക്ക് വരികയാണെങ്കിൽ ആംബറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. ഇന്നത്തെ ഒരു ബജറ്റിന് ശേഷം വിപണിയിൽ പരിശോധിക്കുകയാണെങ്കിലും മറ്റ് സെക്ടറുകളും ഒക്കെ തന്നെ ഒരു രീതിയിലുള്ള ഒരു വളരെ ബെയറിഷ്
ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് കാണിക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 4% മുകളിലുള്ള ഒരു നേട്ടമാണ് നിലവിൽ ഇപ്പോൾ ആംപറിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആംപറിന്റെ ഒരു ടെക്നിക്കൽസ് നിലവിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ആംപറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലെവലിലെല്ലാം നമുക്കറിയാം ഒരു പാനിക് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറന്റ് ബോട്ടം ലെവലിൽ സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ആണുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 8144 എന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായി കറന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ലെവൽ മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. മേ ബി ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഇവിടുത്തെ ടെക്സ്റ്റൈൽ രംഗത്തേക്കാണ് അടുത്തത് നമുക്ക് വരാനായിട്ടുള്ളത്. ടെക്സ്റ്റൈൽ മേഖലയെ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നീക്കുവെപ്പുകൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക്. അതായത് താരിഫ് പ്രതിസന്ധിക്ക് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ തിരിച്ചടി നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നു. അതായത് ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനും ഒരു ഇമ്പോർട്ടൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, പരമ്പരാഗതമായിട്ടുള്ള ടെക്സ്റ്റൈൽ ബിസിനസ്സിനും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വീക്ക് മാർക്കറ്റ് സിനാലിയോയിൽ നിലവിലിപ്പോൾ 11% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോകുൽദാസിന് സാധിക്കുന്നുണ്ട്. ഗോകുൽദാസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ടെക്നിക്കൽസ് എന്താണ് സൂചിപ്പിക്കുന്നത്? ടെക്നിക്കലി ഒരു വീക്ക് ട്രെൻഡിൽ തന്നെയാണ് സ്റ്റിൽ ട്രേഡ് എന്ന് പറയാൻ സാധിക്കും. മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആർ ലോ ആയിട്ടാണ് പല അനലിസ്റ്റുകളും സ്റ്റേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഹൈ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ബീറിഷ് ക്യാൻഡിൽസ് ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 1007 എന്നത് ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ലെവൽ മറികടന്നാൽ മാത്രമേ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുള്ളൂ. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. അടുത്തായിട്ട് അരവിന്ദ് ഫാഷൻസിലേക്കാണ് വരാനുള്ളത്. നിലവിൽ ഒരു ഇടിവാണ് അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുന്നത്. അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയിലും നമുക്ക് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സൽ ലഭിക്കണമെങ്കിൽ 572 എന്ന മേഖല മറികടക്കണം. ഇതൊരു ഇപ്പോൾ ഒരു റീകവറിക്ക് അറ്റംപ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സ്ട്രോങ് ട്രെൻഡ് അല്ല. എന്നിരുന്നാൽ പോലും ഒരു സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത് 384, 370 എന്ന സോണാണ്. മേ ബി അതൊരു സ്ട്രോങ് ഡിമാൻഡ് സോൺ. ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാരിയിൽ പോലും അത് സ്ട്രോങ് ഡിമാൻഡ് സോണായി ഈ ഒരു ഓഹരിയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബജറ്റിലെ ചില സെക്ടറുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു അലോക്കേഷനും അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഓവർ ടു യു സുരജ് സർ. സഫ്വാൻ, നമുക്ക് PCRയിൽ നിന്ന് എനിക്ക് അക്ഷയ് ഒന്ന് ജോയിൻ ചെയ്താൽ കൊള്ളാം. അക്ഷയ്, വെൽക്കം ബാക്ക്. യെസ്, താങ്ക് യു. അക്ഷയ്, ഇപ്പോൾ നമ്മളൊരു ഫൈനൽ റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അക്ഷയ്, എന്താണ് നമുക്കിപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ സാധാരണ ഒരു ആൾക്കാർക്ക് ഈ ഒരു കൊല്ലം എങ്ങനെയായിരിക്കണം അവരുടെ ഒരു അസറ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഗോൾഡിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഈ നമ്മൾ സ്റ്റോക്സിൽ തന്നെ എങ്ങനെയൊക്കെ ഒരു ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം, ഏത് സെക്ടറിലായിരിക്കും കുറച്ചുകൂടി ഒന്ന് സ്ക്യൂ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പിടിക്കേണ്ടത്, എന്തായിരിക്കണം ഒരു എക്സ്പെക്റ്റേഷൻ, അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഐ വാണ്ട് ഫ്രം യു ഹൗ യു റേറ്റ് ദ ബഡ്ജറ്റ് ഗിവൺ എ ചാൻസ് ടു ഗിവ് എ മാർക്ക് ഔട്ട് ഓഫ് 1 to 10. എവിടെയായിരിക്കും ഒന്ന് പെൻ ഡൗൺ ചെയ്യണം? ഡോട്ട് പ്ലോട്ടിലാണെങ്കിൽ അക്ഷയ് എവിടെയായിരിക്കും ഒന്ന് കുത്തുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. Okay. Suraj, first I think you've been asking very intelligent questions to the panelists. That shows how deep your knowledge is. I must say that. Coming to the question you have about ഏതായിരിക്കണം നല്ല sector and allocation. കഴിഞ്ഞ കൊല്ലം നോക്കുവാണെങ്കിൽ ഡോളർ ടേംസിൽ India has been one of the worst performing markets. Markets was down 6-7%. Your currency was down another 6%. One of the worst performing markets ആയിരുന്നു ഇന്ത്യ. At the same time നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ലൈക്ക് യു വർ സെയിങ് ഏർലിയർ, നിഫ്റ്റീൻ്റെ പെർഫോമൻസ് നമ്മൾ മാറ്റിയെടുക്കുവാണെങ്കിൽ ആവറേജ് ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 1-1.5 കൊല്ലത്തിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്സ് ഔട്ട് ഓഫ് ദി നിഫ്റ്റി 500 ഷെയർസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മീഡിയൻ ഫോൾ ഇസ് അബൌട്ട് 30%. 30% fall is very large. Plus, earnings have generally gone up. So, നമ്മൾ നോക്കുവാണെങ്കിൽ Indian markets relative to what they were 2 years back are much cheaper now, almost like 25, 30, 40% cheaper if you look at what it was earlier. But that itself makes the market very attractive. And because correction കൂടുതൽ വന്നത് മിഡ് ക്യാപ്പും
സ്മോൾ ക്യാപ്പ് ആണ്. ഐ തിങ്ക് അവിടെ ഇച്ചിരി കൂടി അലൊക്കേഷൻ കൂട്ടാം. ഞങ്ങൾ നോർമലി ക്ലയൻസിന്റെ അടുത്തും എന്റെ പേഴ്സണലി നോക്കുവാണെങ്കിൽ 50% അലൊക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നത് ലാർജ് ക്യാപ്സ് ആണ്, 30% മിഡ് ക്യാപ്സ് ആൻഡ് 20% സ്മോൾ ക്യാപ്സ്. ഇതാണ് ഞങ്ങളുടെ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത്. But now I think the allocation for the mid cap should go up slightly. Maybe you can have instead of 30, maybe 40-45% in mid caps, maybe 15-20% in small cap, and the rest in large cap. That is what I think. Sector wise നോക്കുവാണെങ്കിൽ ഞാൻ രണ്ട് സെക്ടേഴ്സിലാണ് ഐ തിങ്ക് ഒരു വാല്യൂ ഉള്ളത്. ഇപ്പോൾ ഒന്ന് IT ഫോർ ദ റീസൺസ് ഞാൻ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു അണ്ടർ പെർഫോമൻസ് ലാസ്റ്റ് ഫ്യൂ ടൈംസ് കുറേ ടെയിൽവിൻസ് ഉണ്ട്. ഒന്ന് ഗവൺമെന്റിന്റെ ഫോക്കസ് ഓൺ ദി IT ഇൻഫ്രാസ്ട്രക്ചർ വളരെ നല്ലതാണ്. AI-ന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് IT കമ്പനീസ് ആർ ഗോയിങ് അപ്പ്. ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ IT ഐ തിങ്ക് ഒരു നല്ലൊരു സെക്ടർ ആയിരിക്കും ഫോർ ദ ഫ്യൂച്ചർ. സിമിലർലി ഹെൽത്ത് കെയർ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ സെക്ടേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഫ്ലേഷൻ കാണുന്നത് ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ വെൻ ഐ സേ ഹെൽത്ത് കെയർ, ഐ ഡോണ്ട് ഓൺലി മീൻ ഫാർമ. ഇറ്റ് ക്യാൻ ബി ഹോസ്പിറ്റൽസ്, ഇറ്റ് ക്യാൻ ബി റിസർച്ച് ഓർഗനൈസേഷൻസ്, ഇറ്റ് ക്യാൻ ബി സർവീസ് പ്രൊവൈഡേഴ്സ്. എല്ലാം ഒരു ഹെൽത്ത് കെയർ ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അതും ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കണ്ടത് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ. അപ്പൊ ഈ രണ്ട് സെക്ടേഴ്സ് ഐ സി ആസ് വാല്യൂ ബൈസ്, IT ആസ് വെൽ ആസ് ഹെൽത്ത് കെയർ. കമ്മിങ് ടു ദ ബജറ്റ് റേറ്റിംഗ്, നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആ STT ആംഗിൾ നമ്മൾ നിർത്തുവാണെങ്കിൽ അത് സെറ്റപ്പ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി ബജറ്റ്. നമ്മൾ സർവീസസിൽ കുറെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ കുറെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, സ്കിൽ ഡെവലപ്മെന്റിൽ ചെയ്തിട്ടുണ്ട്, IT ഇൻഫ്രാസ്ട്രക്ചർ, AI എല്ലാ കാര്യത്തിലും നമ്മൾ ഓൾ ഇൻഡസ്ട്രീസ് നമ്മൾ നല്ലൊരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി ബജറ്റ്, മോർ ഫോക്കസ്ഡ് ഓൺ സർവീസസ് ആൻഡ് ആ ഒരു പോളിസി കണ്ടിന്യൂവേഷൻ. അപ്പൊ ആ ആംഗിളിൽ ഐ വുഡ് പോസിബിളി ഗിവ് ഇറ്റ് 8. ഞാൻ ഒരു പോയിന്റ് STT കുറയ്ക്കുന്നതിന് വേണ്ടി ഐ വിൽ ഗിവ് ഇറ്റ്. ബട്ട് ഓവറോൾ ഐ തിങ്ക് മൈനസ് ദാറ്റ് as far as the economy is concerned, I think I would rate it 8 എങ്കിലും കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ അക്ഷയ്, ഐ വാണ്ട് എ ലാസ്റ്റ് ആൻസർ ഫ്രം യു. ടാരിഫിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഗാർമെന്റ് അല്ലെങ്കിൽ അപ്പാരൽ എന്നുള്ള കാര്യം. അതിൽ ആ സെക്ടറിൽ ഏറ്റവും വലിയൊരു വെൽത്ത് ക്രിയേഷൻ നടത്തിയ ഒരു ഗ്രൂപ്പാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്നുള്ള മിസ്റ്റർ അക്ഷയ് അഗർവാളും അക്ഷയ് അഗർവാലിൻ്റെ കമ്പനിയായിട്ടുള്ള അക്യൂമെൻ്റെ പ്രൊപ്പറേറ്ററി ഇൻവെസ്റ്റ്മെന്റ്സ് കിറ്റെക്സ്. അതായത് ഇന്നിപ്പോൾ പൊളിറ്റിക്കലി ഫേമസ് ആയിട്ടുള്ള കിറ്റെക്സ് എനിക്ക് തോന്നുന്നു less than 5 rupees, 5 രൂപയ്ക്ക് താഴെയാണോ അക്ഷയ്? Yeah, I mean, we started buying at less than 5 rupees. അതെ, less than 5. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 രൂപ 3 രൂപയ്ക്കൊക്കെ മേടിച്ച സ്റ്റോക്ക് വളരെ വലിയ മൾട്ടി ബാഗറായ ഉള്ളൊരു ലെവലിലേക്ക് പോയത് അക്ഷയും അക്ഷയ് ടീമിൻ്റെയും ഒരു വലിയൊരു റിസർച്ചിൻ്റെ സക്സസ് ആണ് എന്നുള്ള കാര്യം പ്രേക്ഷകർ മറക്കരുത് എന്നുള്ളതാണ്. അക്ഷയ്, ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇത്രയും നന്നായിട്ട് അറിയുന്നുള്ള ആൾ, പൊതുവേ നമുക്ക് വ്യൂവേഴ്സ് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ പ്രേക്ഷകർ വിചാരിക്കരുത്. കാര്യം ഞങ്ങൾക്കൊക്കെ കംപ്ലയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ച കാരണം ഞാൻ അക്ഷയോട് ചോദിക്കുന്നു, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും ഇപ്പോഴത്തെ ടാരിഫിൻ്റെ ഇഷ്യൂവും കൊണ്ട് കിറ്റെക്സിൻ്റെ സ്റ്റേറ്റസ് എന്താണ് അക്ഷയ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ പ്രോസ്പെക്ട്സ് ഓഫ് ദ കിറ്റെക്സ് ആസ് വി മൂവ് ഫോർവേഡ്? Please don't take it as any recommendation or anything. But yes, textile generally was a challenge in because of the tariffs. India is now much more expensive than other countries. Appo tariff koreyana vare US ആണ് ഏറ്റവും വലിയ buyer, especially Kitexന് വേണ്ടി almost the entire production is sold to US, and the US market ninnu poyapathekku now they have to look at other markets now. It can be Europe, domestic market വലിയ market ആണ്. And compared to the margins, അവർക്ക് ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിൻസിനെക്കാട്ടി മച്ച് ബെറ്റർ മാർജിൻസ് ദേ ക്യാൻ മേക്ക് ഇഫ് ദേ സെൽ ഇൻ ഇന്ത്യ ഇൻ റീറ്റെയിൽ. ബട്ട് ദെൻ അതൊരു ലോങ് ടേം ആണ്. സാബുസ് ടോക്ഡ് അബൌട്ട് സെറ്റിംഗ് അപ്പ് 3,000 പോയിന്റ് ഓഫ് സെയിൽസ് അക്രോസ് ഇന്ത്യ. But the point is അതൊരു ടൈം കൺസ്യൂമിങ് സാധനമാണ്. ഇറ്റ്സ് എ റീസണബിളി ഡിഫിക്കൽട്ട് ആൻഡ് ടൈം കൺസ്യൂമിങ് തിങ്. അപ്പോൾ ഷോർട്ട് ടേം there are challenges, but long term it should be okay. A lot will depend on two things. One, what happens to the US tariffs? Are we able to roll back? And even if they roll back to 25%, you're still 7-8% more expensive than a Vietnam or a Bangladesh. അപ്പോൾ ആ ഒരു ചാലഞ്ച് ഉണ്ട്. Similarly, finding out new markets in Europe, all those challenges remain. But then it's corrected almost high nu nokkuvaണെങ്കിൽ it's almost corrected now. 40% almost corrected ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടേം challenges ഉണ്ട്, but long term I think because ടെക്സ്റ്റൈൽ സെക്ടർ ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി സെക്ടർ ആണ്, ബിക്കോസ് അത്രയും എംപ്ലോയ്മെന്റ്സ് ഉണ്ട്, അത്രയും ആൾക്കാർ അതിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റ് വിൽ കം ഔട്ട് വിത്ത് സംതിങ്, വി ആർ വെരി കോൺഫിഡന്റ്.
Short-term challenges in it, but long-term, I think it should be fine. ഓക്കെ അക്ഷയ്, പാർഡൻ മീ, ഐ എം ഗെറ്റിംഗ് എംറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ കിറ്റക്സിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി അക്ഷയുടെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കയറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ സ്പെക്ടേറ്റേഴ്സും വ്യൂവേഴ്സും പറയുന്നത് വെച്ചാൽ വി നീഡ് അക്ഷയ് സർ സം മോർ ടൈം എന്നുള്ളതാണ്. കൈൻഡ്ലി ബെയർ വിത്ത് us. എനിക്ക് 2-3 ക്വസ്റ്റ്യനും കൂടെ അക്ഷയ്ക്ക് ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അക്ഷയ്, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ലെറ്റ്സ് കം ബാക്ക് ടു ദ ലാർജർ പിക്ചർ. അക്ഷയ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങാം. ഡേറ്റാ സെൻറ്റേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു റിപ്പോർട്ട് അടുത്ത കാലത്ത് വന്നിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം മോർഗൻ സ്റ്റാൻലി ആണെന്ന് തോന്നുന്നു. അതായത് അവർ പറഞ്ഞു വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാപെക്സ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കമ്മിങ് ടു 38-40% ഓഫ് US GDP. ആൻഡ് ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ദ മാർക്കറ്റ്സ് അപ്പ്. നമുക്കറിയാലോ അവിടെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് US മാർക്കറ്റ് പോകുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് S&P 500, 491 സ്റ്റോക്സിൻ്റെ പെർഫോമൻസും വളരെ പരിതാപകരമാണ്. 9 സ്റ്റോക്സ്, അതായത് മാക് 7 പ്ലസ് ബ്രോഡ്കോം പ്ലസ് പലാന്റർ ആണ് ഈ പറഞ്ഞ പോലെ എല്ലാ പെർഫോമൻസും തരുന്നതെന്നുള്ളത്. ബട്ട് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ബൈ അറൌണ്ട് 2028 or 2029 the kind of investments or capex that is coming on to the data center or artificial intelligence capability could be somewhere around $3 trillion. But however, cash flow from that investment maximum പോയാൽ 1.5 ട്രില്യണേ കിട്ടുള്ളൂ. അതായത് 50% എന്ന് പറയുന്നത് ഏതാണ്ട് ലോസ് പോലെയാണ് അവിടെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ NVIDIAയുടെ CEOൻ്റെ നമ്മൾ സംസാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം ഡാവോസിൽ നടന്നപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ മാൻകൈൻഡ് കണ്ടയിലെ ഏറ്റവും ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന പോലെ ഡേറ്റാ സെൻറ്റേഴ്സ്, ക്ലൗഡ് സർവീസസ് അല്ലെങ്കിൽ AI കേപ്പബിലിറ്റീസിൽ നടക്കുന്നതെന്നുള്ള. US ക്യാൻ അഫോർഡ് ടു ഹാവ് ദിസ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ അത്രയ്ക്ക് മാത്രം ബോണ്ട് ഡീൽസ് ചീപ്പാണ്, ചീപ്പർ ക്രെഡിറ്റ് ആയി തുടങ്ങി. കാര്യം ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ഫെഡ് ചെയർ മാറിക്കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും വരും. അവർക്ക് ആ സർക്കുലറായിട്ടുള്ള ഫണ്ടിങ് നടത്തിക്കൊണ്ടുപോയി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. എവിടെ നിന്നാണ് നമുക്ക് ഈ റിസോഴ്സ് കിട്ടണമെന്നുള്ള? ബിക്കോസ് വി ഹാവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസ്, ഡേറ്റാ സെൻറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, EV, സോളാർ പാനൽ, ഡിഫൻസ്, എയറോസ്പേസ്, ഇതിനൊക്കെ കാശ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇസ് വെരി ഹൈ. വി നീഡ് ദ ഇക്വിറ്റി ക്യാപിറ്റൽ, വി നീഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ബട്ട് വേർ ഈസ് ദിസ് FII കമ്മിങ് ഫ്രം? നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് നമുക്കൊരു ടിങ്കറിങ് ചെയ്യാതെയും STTയിൽ കൂട്ടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റിൽ വിൽ വി ബി ഏബിൾ ടു അട്രാക്ട് ദാറ്റ് മച്ച് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റാ സെൻറ്റർ, ക്ലൗഡ് സർവീസസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൊള്ളാം. ബട്ട് അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ അക്ഷയ്ക്കുണ്ട്? ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ ബിഗർ ഓപ്പർച്യൂണിറ്റി ആറ്റ് യു റൈറ്റ്ലി സെഡ്, ബട്ട് വേർ ഇസ് ദിസ് ഫണ്ടിങ് ഗോണ കം ഫ്രം? Funding, we need to realize that end of the day, it's a global world and money chases returns. അപ്പോൾ നമ്മൾ whether it is US today, the returns Magnificent 7 are giving fantastic returns, commodities are giving fantastic returns, so money is chasing them. The minute they see opportunity in some other country, it could be India, it's China today, it could be India tomorrow, some of the money will definitely come back. Because end of the day, it's all about returns. Everywhere കൂടുതൽ കിട്ടണം. The whole global economy is looking at where do you generate alpha. Wherever they see alpha, money will flow there. Number one. Number two, India also, now in today's budget, the government was talking about a new set of reforms for banking. How can you make Indian banking much more vibrant given today's time? So that is one major thing. Like for example, Indian banks there are not too many banks which come in the global top 25. Only 2 banks in India illu. So anganeyakku nokumbol I think a lot of reforms will come there. India equity market is still very deep. I mean, we're still talking about 30,000 crore rupees a month coming from SIPs. So funding will come from all these factors. I think more than funding, I think is the thing that we need to do is focus on the infrastructure, focus on what we can do for IT to move ahead, and that will happen. Now coming back to US, if you look at all this 1 trillion, 3 trillion investments, a lot of these trades, it's happening between these Magnificent 7 companies. I'm sure you'll be aware of that. But to what extent, I mean, I believe while the PE ratios, when you compare it, are still much more reasonable for Magnificent 7, a lot of these internal transactions are happening. So I don't know, honestly, I'm not in a position to even tell you that whether you know how much of it is genuine, how long it will last.
But capital will flow chase returns, yeah. Okay. Akshay, last question. This is for sure. I will not disturb you from here on. ഒരു കാര്യം, given a chance, you have two sectors, one on the left side and one on the right side. Hydrocarbons, oil and gas, upper side alternate energy. Where will your money be? Tough question. I think right now it will be on alternate energy because that seems to be the way the world is going. So slowly you will shift from the former to the latter. That's what I think. Slightly overhyped right now. You might see some corrections and all that, but yes, long term I think I'll still go for that. Okay. Thank you so much, Akshay, for spending your valuable time with us. Thank you, Suraj. All the best. We'll Thank see you, Suraj. see again. Thank you, Meet Suraj. again. പറ്റുമെങ്കിൽ നമുക്ക് Sure. പോസ്റ്റ് ബഡ്ജറ്റ് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യണം, അക്ഷയ്. Oh yes, that'll be nice. Yeah, sure. Yeah. Thank you. Thanks, Suraj. Thank you. താങ്ക് യു. പ്രദീപ്, കമ്മിങ് ബാക്ക് ടു അവർ മേജർ ടോപ്പിക്. നമ്മളിപ്പോൾ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താ നടന്നതെന്നുള്ള അറിയാം. ഇന്നത്തെ ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റിൽ എന്താണ് ഔട്ട്കം. ബഡ്ജറ്റ് ഇസ് എ റിയാലിറ്റി. നമ്മുടെ മുന്നിൽ ഫാക്ട്സും ഫിഗേഴ്സും എല്ലാ കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു എന്നുള്ള പ്രദീപിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാനൊരു സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഫ്രം ഹിയർ ഓൺ ഒരു 1 ഇയർ ഒരു ടാർഗറ്റ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പ്ലാൻ ചെയ്യേണ്ടത്? എവിടെ ആയിരിക്കണം അലോക്കേഷൻ, എവിടെ ആയിരിക്കണം സെക്ടേഴ്സ്, എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ എക്സ്പെക്റ്റേഷൻസ്? കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേര് ഇത്തിരി സ്പോയിൽഡ് ആയിപ്പോയി. കാര്യം കോവിഡിന് ശേഷം വലിയ റിട്ടേൺ 2024 വരെ കിട്ടിയപ്പോൾ ഇച്ചിരി കോംപ്ലേസൻസിയും ഓവർ കോൺഫിഡൻസ് ആയി എന്നുള്ളത് അറിയാം. ബട്ട് റിയാലിറ്റി, അതായത് മീൻ റിവേർഷൻ എന്ന് പറയുന്ന ലൈഫിൻ്റെ ഒരു ഫാക്ടറാണ്. അത് എത്ര പോയാൽ തന്നെയും എത്ര ഉയർന്നു പോയാലും all those goes up will have to come down at some point of time. ഇന്നിപ്പോൾ എക്സസസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് ഡ്രൈവ് ഔട്ട് ചെയ്തു. മേ ബി ഒരു ലാസ്റ്റ് ഷേക്ക് ഔട്ട് ആയിരിക്കാം ഈ ചിലപ്പോൾ ബഡ്ജറ്റിൽ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്, എവിടെയായിരിക്കണം അലോക്കേഷൻ? പ്രദീപ്, നമ്മൾ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 I would like to have your dot plot as well. Where will you keep your dot and arrow there? So let us start from the opportunities. Okay. ഇതിൽ ഫസ്റ്റ് തിങ് ഇസ് അറ്റ് ദ മൊമെൻറ്റ് പേഴ്സണലി ഞാൻ മാർക്കറ്റിലോട്ട് ഈ ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇമ്മീഡിയറ്റ്ലി ന്യൂ കമ്മിറ്റ്മെൻറ്റ്സ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നിഫ്റ്റി 50 ഇത് ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റ് അല്ല. ആക്ച്വലി നമ്മൾ January 5th വിച്ച് വാസ് ദി ഡേറ്റ് ഓഫ് ദ ഓൾ ടൈം ഹൈ, അന്ന് മുതൽ നമുക്ക് നിഫ്റ്റി 50 വീക്ക്നെസ് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ ഇത്രയും വലിയൊരു സെൽ ഓഫ് നടന്നപ്പോൾ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് വൺ വ്യൂ ദാറ്റ് അൺലെസ് ആൻഡ് അൺടിൽ നിഫ്റ്റി 26,000 പോയിൻറ്റിന് മുകളിലോ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുള്ളൂ എന്ന്. സോ ഇന്നത്തെ ഇപ്പോഴത്തെ ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ 2025 കണ്ട് ലോവസ്റ്റ് ലെവൽ 24,400 പോയിൻറ്റ് വരെ നമ്മൾ ഒരു കറക്ഷൻ കണ്ടു കഴിഞ്ഞു. നൗ വരുന്ന ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 24,400 സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന്. ആ ഒരു ലെവൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ യു വിൽ സി എ റിക്കവറി, യു വിൽ സി ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. Now coming into specific sector, definitely defense is going to be one major focus for me. അതിൻ്റെ മെയിൻ റീസൺ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ഡിഫൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഡീറ്റെയിൽസ് കുറേ കൂടെ ലഭ്യമായിട്ടുണ്ട്. ആൻഡ് ഫ്രം വാട്ട് ഐ ഹാവ് റെഡ് ഓൾമോസ്റ്റ് ഒരു 8,12,000 crore റുപ്പീസിൻ്റെ സ്പെൻഡ് ആയിരിക്കും ബഡ്ജറ്റിൽ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഫ്രം വാട്ട് വി ഹാവ് സീൻ. ഇറ്റ്സ് വെരി വെരി ഗുഡ്. സോ ഡിഫൻസിൽ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 10-12 ദിവസത്തിനിടെ നല്ലൊരു റിക്കവറി ഡിഫൻസിൽ കണ്ടു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടിവിനെ ഐ ആം ഓൺലി ക്ലാസിഫൈങ് ഇറ്റ് ആസ് എ ഹെൽത്തി കറക്ഷൻ. സോ ഈ ഹെൽത്തി കറക്ഷൻ നടക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഗാർഡൻ റീച്ചിൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ 8-8.5% കറക്ഷനാണ് നടന്നിരിക്കുന്നത്. ഓൺലി 2 days ബാക്ക് ദേ അനൗൺസ്ഡ് എക്സലൻറ്റ് ഫൈനാൻഷ്യൽ റിസൾട്ട്സ്. സോ അതുപോലെയുള്ള സ്റ്റോക്സിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് വി ഷുഡ് ഫോക്കസ്. സെക്കൻഡ് തിങ്, again public sector, healthy public sector companies, definitely I would like to focus because government demonetization monetization of assets in endagilo or finer print they will make some announcements. Third thing what I think is that itrathoolam market lo negativity vannadonde remember inna budget inde presentation നടന്നിട്ടുള്ളൂ, ഇത് നിയമമായി മാറിയിട്ടില്ല. അടുത്ത 2 മാസം കൊണ്ട് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പാസ്സായി എടുക്കാൻ എനിക്ക് തോന്നുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു റോൾ ബാക്ക് നടക്കും.
So I think F&O, that increase in STT ഒരു റോൾ ബാക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. And then whatever Akshay said was fantastic. And the two sectors which I think we need to focus definitely is the healthcare sector. And definitely, the healthcare and the defense are two of my favorites. Okay. Pradeep, I would like to take you to one report. അതായത് നമ്മുടെ UBS എന്ന് പറയുന്ന ഫോറിൻ ബ്രോക്കറേജിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ഇന്ത്യ സ്റ്റോറി വാസ് ഓൾ അബൌട്ട് മാർജിൻ എക്സ്പാൻഷൻ. അതായത് പല സെക്ടറിലെയും പല സ്റ്റോക്കുകളും ലോവർ മാർജിനിൽ നിന്ന് ഹയർ മാർജിനിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ആ സമയത്ത് കോർപ്പറേറ്റ് ഏർണിങ്സ് ഏതാണ്ട് 20% മുകളിലായിരുന്നു എല്ലാ കമ്പനിയുടെയും കോർപ്പറേറ്റ് ഏർണിങ്സ് എന്നുള്ളത്. ഇപ്പോൾ സെവറൽ മൾട്ടി ബാഗേഴ്സ് നല്ല രീതിയിലൊരു വെൽത്ത് ക്രിയേഷൻ നടന്നു എന്നുള്ള. ബട്ട് ആസ് വി ലുക്ക് ഇൻ ടു, അതായത് 2024 ലാസ്റ്റ്, 2025 ഫുള്ള്, 26ൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് കൂടെ നമ്മൾ നോക്കാൻ നേരത്ത് ഏതാണ്ട് ഈ കമ്പനീസിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് മാർജിനും അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാർജിൻ എക്സ്പാൻഷൻ ഉള്ള ചാൻസസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് അവിടുന്ന് ഒരു ഡി റേറ്റിംഗ് കൊടുക്കുകയും ചെയ്തു. അതായത് ഹൈ ഗ്രോത്ത് കമ്പനീസ് ലൈക്ക് ഡിക്സൺ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രെൻഡ് എന്ന് പറയുന്നതിനൊക്കെ ഒരു ഡി റേറ്റിംഗ് നടന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ പല കമ്പനിയും എക്സ്പാൻഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ എക്സ്പാൻഷൻ കഴിഞ്ഞ് വളരെ ലോവർ ലെവൽ പിയിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നിൽക്കുമ്പോൾ ഡി റേറ്റിംഗിൽ റീറേറ്റിങ്ങിനുള്ള ചാൻസ്, ഡി റേറ്റിങ്ങിന് പകരം റീറേറ്റിങ്ങിനുള്ള ചാൻസ് പല സെക്ടറിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടുന്ന് ഒരു മാർജിൻ എക്സ്പാൻഷൻ സ്റ്റോറി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എക്സ്പാൻഷൻ സ്റ്റോറി, അതെല്ലാം വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം കംപ്ലയൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം. ഏതെങ്കിലും ലെവലിൽ ഒരു മാർജിൻ എക്സ്പാൻഷൻ സ്റ്റോറി പ്രദീപ് കാണുന്നുണ്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ? Incidentally, a question I can relate it to the previous question. ഏതെങ്കിലും സെക്ടർ ഏതെങ്കിലും ഇൻവെസ്റ്റിംഗ് അവസരം കാണുന്നുണ്ടോ എന്ന്. So the third sector ഞാൻ ഇതിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് is actually the FMCG sector. Okay. So FMCG sector generally speaking is a defensive sector. സോ നമ്മൾ FMCG സെക്ടറിൽ ചില സ്പെസിഫിക് സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ, ആൻഡ് ഇതിനോടൊപ്പം വൺ മോർ സെക്ടർ ഞാൻ നേരത്തെ ഒരു സെഷനിൽ സൂചിപ്പിച്ചിരുന്നു, വാസ് ദ മൾട്ടിനാഷണൽ കമ്പനീസ്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ കോൾഗേറ്റിൻ്റെ സ്പെസിഫിക് കേസ് എടുത്തു കഴിഞ്ഞാൽ, കോൾഗേറ്റ് ഓഗസ്റ്റ് 2024 $3,900 രൂപയിൽ ഹൈലി സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ ആയിരുന്നു. ബട്ട് സിൻസ് ദെൻ നല്ലൊരു കറക്ഷന് ശേഷം ഇപ്പോൾ ഒരു 2,000 രൂപയ്ക്ക് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കതിൻ്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ സ്റ്റോക്ക് ടു ബി കെപ്റ്റ് ഇൻ ദ റേഡാർ ഓൾ ദ ടൈം. Because long term this is a stock which has given us excellent returns. Hindustan Unilever case is another one. So again കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്തു വരുന്നു. ഇതിൽ ഒരു ഇപ്പോൾ ബെയറിഷ്നെസ്സോ വീക്ക്നെസ്സോ സെല്ലിംഗ് പ്രഷറോ കാണാൻ സാധിക്കുന്നില്ല. ഒരു 2,460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത I think we are going to see a trend reversal. നെസ്ലെ നല്ല റിസൾട്ടും കൊണ്ടുവന്നു. Exactly. But നെസ്ലെ ഇതിലോട്ട് ഞാൻ കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് നെസ്ലയുടെ കേസിൽ നമ്മൾ കാര്യമായിട്ടൊരു സെൽ ഓഫ് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒക്ടോബർ മാസത്തിന് ശേഷം നല്ലൊരു മുന്നേറ്റം കണ്ടു കഴിഞ്ഞു. Whereas in the case of Colgate and Hindustan Unilever, that re-rating still has not happened. അതുപോലെ തന്നെ നമ്മൾ ബോഷ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ബോഷിൻ്റെ കേസിലും the stock has undergone a very very good correction. കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സീമെൻസിൽ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സീമെൻസിൻ്റെ പുതിയൊരു കമ്പനി സീമെൻസ് എനർജി ഈസ് ഓൾസോ ഐ തിങ്ക് ഫാന്റാസ്റ്റിക്കലി ഫെയർലി വാല്യൂഡ് എക്സലൻറ്റ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. So these are the kind of companies I think നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ നമുക്ക് ഡെഫിനറ്റ്ലി കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് 2 weeks ABB ഹാസ് ഗിവൺ എ റിട്ടേൺ ഓഫ് 18 to 20%. 4,600 വന്നത് ഏതാണ്ട് 5,400 5,500 വരെ പോയിരുന്നു എന്നുള്ള. ഒന്ന് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീല്, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പവർ സെക്ടറിലെ ഓപ്പർച്യൂണിറ്റിയും അതിനൊരു ടെയിൽ വിൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാന്നുള്ള. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ കൺസംഷൻ സ്റ്റോറി പറഞ്ഞു, ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതിനകത്ത് അല്ലെങ്കിൽ ITC എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് സെക്ടർ സ്റ്റോക്ക് ആണെങ്കിലും, ഈ മിഡ് ക്യാപ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കൺസംഷൻ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ QSR അല്ലെങ്കിൽ ഇറ്റേണൽ പോലത്തെ ഫുഡ് ഡെലിവറി സർവീസസ്, ഇറ്റേണലും ഒരു ഭേദപ്പെട്ട കറക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത്. സാധാരണ ഇപ്പോൾ ഫോറിൻ ബ്രോക്കറേജസ് ഒക്കെ പറയുന്നത് വെച്ചാൽ ഇറ്റേണലിനെ നമ്മളൊരു പ്രൈസ് ഏർണിങ്സ് വാല്യുവേഷൻ അല്ലെങ്കിൽ ആ മൾട്ടിപ്പിളിൻ്റെ ആംഗിളിൽ കൂടെ കാണരുത്. ഇറ്റ് ഈസ് എ ക്വാസി
എന്താ പറയുക FMCG ആൻഡ് കൺസംഷൻ സ്റ്റോറി എന്നാണ്. അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് യൂണിലിവർ പ്ലസ് ITC പ്ലസ് ബ്രിട്ടാനിയ പ്ലസ് കാഡ്ബറീസ് ഓൾ ഇൻ വൺ റൂഫ് എന്നുള്ള രീതിയിലേക്കാണ് ഇറ്റേണൽ വരുന്നത് എന്നുള്ളതാണ് ഇറ്റേണലിൻ്റെ ചാർട്ട്. അല്ലെങ്കിൽ ആ ഒരു FMCG കൺസംഷൻ സൈഡ് ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് സ്പാൻ ഔട്ട് ചെയ്യുന്നത് പ്രദീപ്? ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റേണൽ സ്വിഗ്ഗി മുതലായ സ്റ്റോക്സിനൊക്കെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് 5-10 years ഫ്രം ടുഡേ ഐ തിങ്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ബട്ട് ഇതൊക്കെ ഈ ടെക്നോളജി ഡ്രിവൺ ആയതുകൊണ്ടുള്ളൊരു ഇഷ്യൂ അതിൻ്റേതായുണ്ട്. ബിക്കോസ് ടുമോറോ ന്യൂവർ ടെക്നോളജി ക്യാൻ കം ആൻഡ് പെട്ടെന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് ക്യാൻ ചേഞ്ച് വെരി വെരി ഡ്രമാറ്റിക്കലി. ആൻഡ് ഈ ഒരു മേഖലയിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷന് വളരെ എളുപ്പമായിട്ട് വരാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മറക്കാൻ പാടില്ല. But having said that, I think it is a great investment opportunity. Only thing is at the moment ഈ കറക്ഷൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതേ ഒരു സ്പേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒത്തിരി പബ്ലിക് IPO സ്റ്റോക്സ് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് മൈ ട്രിപ്പ്, മോബി ക്വിക്ക്, പ്രോട്ടിയൻ, ഇതുപോലെ മുതലായ ഒത്തിരി IPO സ്റ്റോക്സ് ആർ നൗ ട്രേഡിംഗ് അറ്റ് ഓൾ ടൈം ലോ ലെവൽസ്. പ്രോട്ടിയൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറി, Absolutely. ഗവേണൻസും ഒക്കെ കിട്ടും. Absolutely. So you see a greater opportunity there? ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും നേരത്തെ ഇന്നൊരു ഡിസ്കഷനിൽ വി ഹാഡ് ടോക്ഡ് അബൌട്ട് ഇറ്റ് is that IPO വരുന്ന സമയത്ത് we are seeing that too many of these companies tend to get overhyped and overvalued. And then ആ ലിസ്റ്റിങ്ങിന് ശേഷം നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ഈക്വിറ്റി പ്ലെയേഴ്സ്, ഏർലി ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ ആ സ്റ്റോക്സിൽ നിന്ന് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദർസ് ഡെഫിനറ്റ്ലി വൺ ലിക്വിഡിറ്റി ഓവർഹാങ് ആൻഡ് ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് ഒരു ഫെയർ വാല്യുവേഷനിൽ വരുന്ന സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു ട്രേഡിംഗ് അവസരം കണ്ടെത്തേണ്ടത്. Okay. So thank you so much Pradeep. Thank you for spending valuable time with us. And all the best. നമുക്ക് വീണ്ടും പോസ്റ്റ് ബഡ്ജറ്റ് ഷോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറയുന്നത് റിയാലിറ്റിയായി ഫിസ്ക്കൽ പ്രൂഡൻസ് ആണ് കൂടുതലും ബഡ്ജറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ റാദർ ദാൻ സ്റ്റിമുലസ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് വിചാരിച്ച പോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്ന ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ചെറുതായിട്ടുള്ള രീതിയിൽ നിരാശാജനകമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. Budget beyond digits. This program co-sponsored by JMJ Fintech, NPFC listed at BSC. In association with ശ.എല mattress, everlasting comfort and durability. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.